പറഞ്ഞാൽ വിദഗ്ധമായ രീതിയിൽ ഉണ്ടയിട്ട് അവിടെ നിന്ന് പിണങ്ങരുത് ഈ വാക്കൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം തക്ക സമയം നടന്ന് നമ്മുടെ റിസ്ക് തീർന്നല്ലോ. അപ്പൊ ഒരിക്കലും നടക്കാതെ വരുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന മാർഗമാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ബ്രദറെ. ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് യോഗം തീരുന്നേക്കാകുമ്പോൾ നടക്കുമോ പാസ്റ്ററെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സാധാരണ പറയും, അമ്മാമേ ഒരു 21 ആകുമ്പോഴാണ് സാധാരണ നടക്കാറുള്ളത്. നിരാശപ്പെടേണ്ട, 21 ആവട്ടെ. 21-ാം ദിവസം രാവിലെ എന്നെ കാണുമ്പോൾ പറയുകയാണ്, പാസ്റ്റർ ഇന്ന് 21-ാം ദിവസം, പാസ്റ്റർ ഇന്ന് ഉച്ചയോടുകൂടി നടന്നില്ലെങ്കിൽ. അപ്പം ഞാൻ പറയും, അമ്മമ്മേ സാധാരണ നടക്കാറുള്ളത് പ്രാർത്ഥന കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. നടക്കും, നിൽക്ക്. മടുത്ത് തോറ്റ് തുന്നം പാടുമ്പോൾ പറയുന്നൊരു വാക്കാണ് ഏതാ? ഈ തക്ക സമയം. സമയമൊക്കെ കഴിഞ്ഞ് മൂക്കിൽ കൂടെ പല്ല് മുളച്ചിട്ട് ദിവസം എത്രയായി? പിന്നെ ഈ തക്ക സമയം എന്ന് പറയുന്നത് എന്താ? ഈ 6-7 ദിവസങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടെ സഭ വേറിട്ടിരിക്കുമ്പോൾ, ദൈവദാസന്മാരുമായി ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, പരിശുദ്ധനായ ദൈവം നമുക്ക് തരുന്ന ദൈവിക വചനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഏറ്റെടുത്ത് സ്വീകരിക്കാൻ തയ്യാറായാൽ അത് ഫലിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിന് തെളിവും ആധാരമായിട്ട് അനേക വാക്യങ്ങൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ കുറിവാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ സഭ ശ്രേഷ്ഠ ദൈവദാസന്മാർ, വിശിഷ്യാൽ ബഹുമാന്യനായ ലോകപ്രസിദ്ധനായ PC ചെറിയാൻ പാസ്റ്റർ വർഷങ്ങളായി ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ദൈവവചനത്തിന് ഒരു ബുദ്ധിമുട്ടോ വചന കേൾവിയിൽ നിങ്ങൾക്കൊരു അഭംഗിയോ ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ദൈവവചന കേൾവി ഇന്ന് രാത്രി വളരെ അനുഗ്രഹപ്രദമായി തീരാൻ, ദൈവവചനത്തെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക വാക്യങ്ങളിൽ ഒരു വാക്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത്, കുറിവാക്യമല്ലത്, ഞാനിപ്പോൾ പറഞ്ഞത്, ദൈവവചനം ദൈവസന്നിധി നമ്മൾ കേട്ടാൽ അത് നിറവേറ്റിയെടുക്കാൻ ദൈവമായ കർത്താവ് ഇടപെടും. അപ്പോൾ അതിന് തെളിവിനായി ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അത് വായിച്ച് കേൾപ്പിച്ച അനന്തരം രാത്രിയിലെ സന്ദേശത്തിൻ്റെ ആധാരവാക്യം പുറകെ വായിക്കാം. യിരെമ്യാ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ആ വാക്യം ദൈവവചന കേന്ദ്രീകൃതമായിരിക്കുന്നൊരു വാക്യമാണ്. പറ്റുമെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കുന്നത് ഉപകാരമായിരിക്കും. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിനകത്ത് പരാമർശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും ഒന്ന് വായിക്കാൻ പറ്റുമോ? യിരെമ്യാ പ്രവചനം 1:12. നോക്കൂ, അവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്, യഹോവ എന്നോട് നീ കണ്ടത് ശരി തന്നെ. അടുത്ത വാചകം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളാം എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം യിരെമ്യാവിനെ ദൈവമായ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞാക്കുകയാണ്. ബാലകനായിരിക്കുമ്പോൾ പല ഒഴിവുകൾ യിരെമ്യാവ് പറയുമ്പോൾ ഏകദേശം ഈ അധ്യായത്തിനകത്ത് 8ഓളം കാര്യങ്ങൾ, 1-ാമത്തെ അധ്യായത്തിനകത്ത് നിങ്ങൾ പിന്നീട് വീട്ടിൽ പോയി വചന പഠനം ഒരു സന്തോഷകരമായി ഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വീട്ടിൽ പോയി 1-ാം അധ്യായം 10-18 വാക്യങ്ങൾ മാത്രമുള്ളൊരു ചെറിയ അധ്യായമാണ്. അത് പരിശോധിച്ചാൽ 8 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യിരെമ്യാവിനെ ദൈവം പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം. അപ്പം അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, മനസ്സുള്ളവനെ പ്രോത്സാഹിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് വരാൻ മനസ്സുണ്ടെങ്കിൽ, ഒറ്റയ്ക്കിരുന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഇവിടെ ഒരു പാട്ട് പാടുമ്പോൾ കൂടെ പാടാനൊരു മനസ്സുണ്ടെങ്കിൽ, ആത്മാവ് ഇറങ്ങി വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, സ്തോത്രം ചെയ്യുന്ന കൂടെ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, കൈയൊന്നടിച്ച് സ്തോത്രം ചെയ്യാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അവിടെ നിന്ന് ദൈവാത്മാവ് തുടങ്ങട്ടെ. മനസ്സില്ലാത്തവരെ കർത്താവ് സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കഴിവില്ലെങ്കിലും മനസ്സുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നവനാ ദൈവം. സ്തോത്രം. യിരെമ്യാവ് ഒഴിവ് പറയുകയാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുന്നില്ല, എൻ്റെ ബലഹീനത പറയുക, ഞാൻ ബാലനാണ്. പ്രത്യേകിച്ച് ഞാൻ അഭിമുഖീകരിക്കേണ്ടത് മത്സരഗ്രഹത്തെയാണ്. എന്നേക്കാൾ മിടുക്കന്മാർ പരിശ്രമിച്ചിട്ട് വചനമേക്കാത്ത, ശുശ്രൂഷ ഏക്കാത്തൊരു സമൂഹമാണ് യിരെമ്യാവ് പ്രവചിക്കുമ്പോൾ പണ്ടത്തെ ഇസ്രായേൽ. അപ്പം ആ ഒരു ഭയമകത്ത് കിടക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷെ ദൈവത്തെ തിരസ്കരിക്കാനോ ദൈവിക നിയോഗത്തെ വിട്ടുകളയാനോ അദ്ദേഹത്തിന് പ്ലാനില്ല. ഉൾഭയമുണ്ട്. ഇന്ന് രാത്രി ആരോടോ ദൈവം പറഞ്ഞു തുടങ്ങുക, നിന്റെ ഉള്ളിലെ ഭയം അറിയുന്ന ദൈവം, എങ്കിലും മനസ്സുണ്ട് നിനക്ക്.
അത് തിരിച്ചറിയുന്ന കർത്താവ് ലോകത്തിൽ ആരും നിന്നെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും സ്വർഗം നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഇടയായി തീരും. ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവം വേറെയില്ല. ലോകത്തിൽ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ 8 കാര്യങ്ങൾ ഈ അധ്യായത്തിനുണ്ട്. അത് തന്നെ പ്രസംഗിച്ചാൽ നമുക്കൊരു സഭായത്തിന് പ്രസംഗിക്കാനുള്ളതുണ്ട്. പക്ഷെ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതല്ല ഇന്ന് രാത്രി എന്നോട് പറയാൻ ഇവിടെ ഏൽപ്പിച്ചത്, ദൈവം എന്നെ ഏൽപ്പിച്ചത്. സ്തോത്രം. പക്ഷേ അതിനകത്ത് ഒരു കാര്യമാണ് ഞാൻ വായിച്ചത്. അതിങ്ങനെയാണ്, ആ വാക്യം ആ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത്. യിരെമ്യാവിനോട് ദൈവം പറയാം, ഞാൻ നിന്റെ കയ്യിൽ തന്നുവിടുന്ന വചനം, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന വചനം നീ പോയി പറഞ്ഞാൽ മതി. നീ പറഞ്ഞിട്ടിങ്ങ് പോന്നാ മതി. ആ വചനം അവിടെ നിവർത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശരിക്കും ആ വാക്യത്തിൻ്റെ അർത്ഥം അതല്ലേ? അത്രയേ ഉള്ളൂ. നമ്മൾ മലയാളത്തിൽ ഒരു ബൈബിൾ വായനാശീലത്തിൽ വായിച്ചാൽ നമ്മൾ വേറൊരു മൂഡിൽ വായിച്ചു പോകും. പക്ഷെ ആ വാക്യത്തെ റാന്നിക്കാരുടെ പ്രാദേശിക നിലവാരത്തിൽ ആ വാക്യം ചിന്തിച്ചാൽ ഇത്രയേ ഉള്ളൂ. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ അതിനുവേണ്ടി പ്രത്യേകിച്ച് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കുന്നു, നീ അതവിടെ ചെന്ന് പറയുന്നു. നീ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ അംഗീകരിച്ചാൽ അംഗീകരിച്ചില്ലെങ്കിലും നീ തിരിച്ചു പോരുക. നീ പോന്നു കഴിയുമ്പോൾ ചെയ്യേണ്ട പണി ഞാൻ ചെയ്തോളാം. സ്തോത്രം. അങ്ങനെ ചെയ്യുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന ഈ വാക്യം ഇവിടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നത് വെറുതെ ആകില്ല. ഈ യോഗത്തിൽ ദൈവദാസന്മാരെ പറഞ്ഞയച്ച് ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ വചനം യോഗം തീർന്നാലും അത് നിവർത്തിക്കാൻ വേണ്ടി ജാഗരിക്കുന്നൊരു ദൈവം ഈ പുസ്തകത്തിനകത്തുണ്ടെന്ന് എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഈ തുടക്ക രാത്രികളിലെ യോഗത്തിൽ സന്തോഷത്തോടെ നന്ദിയോടെ സ്തോത്രം 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 ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ, വാക്ക് കുറച്ചുകൂടെ ഗഹനമായിട്ട് ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നതേ, എൻ്റെ വചനം നിവൃത്തിയാകേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളാം എന്ന് പറയുന്നത്. അപ്പോൾ വചനം കേൾക്കുന്നൊരു സമയമുണ്ട്, അത് നിവൃത്തിയാകുന്നൊരു സമയമുണ്ട്. ഇന്ന് ഇവിടെ പറയുന്ന വചനങ്ങളെല്ലാം കേട്ട് ഒരു സ്റ്റേജ് ഷോ പോലെ ഇവിടെ കേട്ട് നമ്മൾ കൈയടിച്ച് തീരുകയല്ല. യോഗം തീർന്ന് വീട്ടിൽ പോയാലും നിങ്ങൾ കിടന്നുറങ്ങിയാലും ഇത് നിവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അതെപ്പോഴാണെന്ന് പറയാൻ പറ്റിയല്ല. സ്തോത്രം. ഈ വാക്യത്തെ കുറച്ചുകൂടി ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമായ അർത്ഥമായിരിക്കും കിട്ടുന്നത്. ദൈവം പറയും, മലയാളത്തിൽ നമുക്ക് വായിച്ചപ്പോൾ മലയാളത്തിൻ്റെ തനതായ രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ വചനം നിവർത്തിയാകേണ്ടതിന് ഞാൻ നിവർത്തിയാകുക, ജാഗരിക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണ ആത്മീകരുടെ ഇടയിൽ കിടക്കുന്നൊരു വാക്കാണ്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ്, പെർഫോം ഇറ്റ്. സ്തോത്രം. അപ്പം അവിടെ നിവർത്തിയാകുക എന്ന് കൊടുത്തിരിക്കുന്നതിന് പറയുന്നൊരു വാക്ക് പെർഫോം ചെയ്യുക എന്നാ. പെർഫോം ചെയ്യുക. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാധാരണ വേദിയിലൊക്കെ പ്രസംഗികരുടെ പെർഫോമൻസ് കാണും. പക്ഷേ പ്രസംഗം കഴിയുമ്പോൾ ദൈവവചനം പെർഫോം ചെയ്യും. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്തോത്രം. വചനം പെർഫോം ചെയ്യുക. വചനത്തിൻ്റെ പെർഫോമൻസ് അത് സഭയ്ക്കകത്ത് നടക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ നമ്മളെ ആള് മാറിയതുപോലെ ആക്കി തീർക്കും. ഞാൻ നിങ്ങൾക്ക് 1-2 തെളിവ് തരാം. നിങ്ങൾക്കതിനെ നിങ്ങൾ വളരെ ജാഗ്രതയോടെ ആ കാര്യം ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട്. യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തു ജനിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു വാക്യം ബൈബിളിലെ പ്രവചനമായി യെശയ്യാവിൽ കൂടെ ദൈവം പറഞ്ഞ വാക്യം ഇതാണ്: കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. വളരെ പരിചിതമായ, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്ന കേട്ടോ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഇതൊരു വചനമായിരുന്നു. യെശയ്യാവിൻ്റെ കാലത്ത് ആ വചനം പെർഫോം ചെയ്തില്ല. ചെയ്തോ? ഇല്ല. യെശയ്യാവ് മരിച്ചു. യെശയ്യാവ് മരിച്ച് 700 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകത്തിൽ അനേക സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിലും അങ്ങ് പലസ്തീൻ അല്ലെങ്കിൽ യഹൂദ നാട്ടിൽ ഒരു കാർപ്പൻ്റർക്ക് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ഒരു സാധാരണ കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ ജീവിതത്തിലാണ് ആ വചനം പെർഫോം ചെയ്തത്. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ ഇന്ന് രാത്രി പറയാം, ഇവിടെ വന്നിരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് മടങ്ങിപ്പോകുമ്പോൾ 100 പേരിരിക്കുന്നൊരു യോഗം വേണ്ട. ഞായറാഴ്ച ഒരു സഭായത്തിൽ 500 പേര് കൂടുന്ന സഭ, അതിനകത്തൊരു അഭിഷിക്തൻ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഒരുപക്ഷെ 499 പേർക്കും വലിയ കാര്യമായി തോന്നിയല്ല. പക്ഷെ ഇരിക്കുന്ന ആർക്കെങ്കിലും അത് ഫലിക്കാതിരിക്കുകയല്ല. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ പറയാൻ പോകുന്ന വചനം ആർക്ക് ഫലിക്കുമെന്ന്
അത് നിശ്ചയിക്കേണ്ടത് പ്രസംഗിക്കാൻ വന്ന ഞാനല്ല, അത് നിശ്ചയിക്കേണ്ടത് യോഗം സംഘടിപ്പിച്ച ദൈവദാസന്മാരുമല്ല. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ വേണം തീരുമാനിക്കാൻ. ഇന്ന് രാത്രി എന്ത് ദൈവം പറഞ്ഞാലും അത് എൻ്റെ കുടുംബത്തിൽ നിറവേറിക്കാണണം, എൻ്റെ തലമുറയിൽ നിറവേറിക്കാണണം, എൻ്റെ ദേശത്ത്, എൻ്റെ സഭയ്ക്കകത്ത് സ്വർഗ്ഗം അത് നിറവേറ്റി തരണമെന്ന് വിശ്വസിച്ച് അതിനു വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യാൻ ആര് തയ്യാറാകുന്നു, അവരുടെ കുടുംബത്തിൽ അത് പെർഫോം ചെയ്യും. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്ന ഈ രാത്രികാലം ഒരു കഥ കേട്ടിട്ട് പോകാനല്ല, ഒത്തുവാക്യങ്ങളുള്ള 4 ഒത്തുവാക്യം പറയുന്ന ഒരു പ്രസംഗം കേൾക്കാനല്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കണ്ണടയുന്നതിനേക്കാൾ മുമ്പ് നിന്റെ വീട്ടിൽ നിവൃത്തിയാകാനുള്ള ദൂത്, നിന്റെ തലമുറയിൽ നിറവേറാനുള്ള ദൂത്, നിന്റെ സഭയ്ക്കകത്ത് നിറവേറാനുള്ള ദൂത്, നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാനിരിക്കുന്ന, പെർഫോം ചെയ്യാനുള്ള ദൈവത്തിന്റെ ആലോചന, അത് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇതിനകത്ത് നിറവേറ്റാൻ ഹല്ലേലൂയ. അതിന് തയ്യാറായാൽ കർത്താവ് അത് ചെയ്ത് കാണിക്കും. വചനത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, കേട്ടു മറക്കുകയല്ല, ഹൃദയത്തിനകത്ത് വിത്ത് വീണതുപോലെ ഏറ്റെടുത്താൽ അത് നിന്ന് ഫലിക്കും. എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. യോവേൽ പ്രവാചകൻ പറഞ്ഞിരുന്നൊരു വചനമാണ്, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ദൈവത്തിൻ്റെ കാര്യപരിപാടിയൊക്കെ വിശ്വസിക്കുന്നു, പക്ഷെ ഇത് ആർക്ക് ഫലിക്കുമെന്നൊന്നും യോവേൽ പറഞ്ഞില്ല. എത്രയോ കൂട്ടായ്മകൾ ഇതുപോലെ അതിനുശേഷം നടന്നിട്ടുണ്ട്. സ്തോത്രം. കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ. പക്ഷെ ആ വചനം നിറവേറിയത് യഹൂദന്മാരെ പേടിച്ച് യെരൂശലേമിലെ മാളിക മുറിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാനിരുന്ന ഒരു കൂട്ടം ആളുകളിലാണത് നിറവേറിയത്. ഞാൻ ഇന്ന് രാത്രി പറയാം, ഇനിയും നിറവേറാൻ കിടക്കുന്ന ഒരുപാട് ദൈവത്തിൻ്റെ വാക്കുകൾ റാന്നിയിൽ നിറവേറാനുണ്ട്. ഇവിടെ 100 സഭകൾ കാണും, പക്ഷെ നിരന്തരമായ പ്രാർത്ഥനയും കൂട്ടായ്മയും അണയാത്ത വിളക്ക് പോലെ ദൈവസന്നിധിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണെങ്കിൽ ഈ അന്ത്യകാലത്ത് റാന്നിയിൽ നിറവേറേണ്ട പല ദൂതുകളും സ്വർഗസ്ഥനായ ദൈവം വേറെ എങ്ങോട്ടും വെടിയല്ല, പ്രാർത്ഥിക്കുന്നവരിൽ നിറവേറും, വിശ്വസിക്കുന്നവരിൽ നിറവേറും. ഇത് തുടർമാനമായി ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ തയ്യാറായാൽ വചനം നിറവേറാനിടയാകും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രിയിലെ ദൂതിലേക്ക് കിടക്കാൻ കണ്ണടച്ചൊരു വാക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ശ്രേഷ്ഠദാസൻ ശുശ്രൂഷിക്കുന്ന ഈ കൂട്ടായ്മയ്ക്കകത്ത് വന്ന് എനിക്ക് ദൈവവചനം പ്രസംഗിപ്പാൻ ഒരു അവസരം ദൈവം തരുവാണല്ലോ. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ ഒത്തിരി അനുഗ്രഹിക്കണേ. ഞാനിവിടെ വന്നത് ഒത്തിരി അനുഗ്രഹമാകണേ. എൻ്റെ ഹൃദയത്തിനകത്ത് മുട്ടിട്ട് വന്ന ആ വാക്യം എന്നോട് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പൊക്കോ, ബാക്കി ഞാൻ നിവർത്തിച്ചു കൊള്ളാം എന്നെനിക്ക് ഉറപ്പ് തരുന്ന ഈ ഭാഗം, ഒരു കൃഷിക്കാരൻ വയലൊരുക്കി വിത്ത് വിതയ്ക്കുന്നത് പോലെ സഭയ്ക്കകത്ത് വിതയ്ക്കാൻ ഞാൻ ഒരുങ്ങുകയാണ് കർത്താവേ. ഇതിവിടെ ഫലിക്കട്ടെ, നിന്ന് ഫലിക്കട്ടെ, പലരിലും അത് 100 മേനി വിളയട്ടെ. സ്വർഗം അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവം അത് ചെയ്തിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തിട്ട് എല്ലാവരും കൂടെ പത്രോസിൻ്റെ ലേഖനത്തിൽ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ബാക്കിയുള്ള സമയം ലളിതമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് എനിക്ക് തന്നിരിക്കുന്ന സമയത്ത് അവസാനിപ്പിച്ചോളാം. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങാം. 1 പത്രോസ് 5:6. 1 പത്രോസ് 5:6 വായിച്ചാട്ട്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ തണിരിപ്പീൻ. മതി. വളരെ പരിചിതമായ വേദഭാഗം, ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു ഭാഗമായിരിക്കും. ആ വാക്യത്തെ ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് രാത്രി പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ ദൂതിനായി ഞാൻ ഈ വാക്യം വിഭജിച്ച് ദൈവസന്നിധിയിൽ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ വാക്യത്തിൻ്റെ കേന്ദ്ര വിഷയം, എല്ലാ വാക്യങ്ങളും പരിശോധിച്ചാൽ അതിനകത്തൊരു കേന്ദ്ര വിഷയം കാണും. ഈ വാക്യത്തിൻ്റെ കേന്ദ്ര വിഷയം ഉയർത്തുക എന്നുള്ളതാണ്. ഉയർത്തുക. ആ ഉയർത്തുക എന്നുള്ള വിഷയത്തെ ആധാരമാക്കി ഈ വാക്യത്തെ നമ്മൾ വിഭജിക്കാൻ നോക്കിയാൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ടാകും. 4 കാര്യങ്ങൾ. ഞാൻ നിങ്ങൾ ആ വാക്യത്തെ ശ്രദ്ധിക്കുമ്പോൾ ഈ വാക്യത്തെ ഉയർത്തുക എന്നുള്ള പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് വിഭജിക്കാം. 1, ഈ വാക്യത്തിനകത്ത് ഉയർത്തുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം.
അവിടെ പറഞ്ഞിരിക്കുന്നത് കുറേ നാൾ ഇങ്ങനെ ജീവിക്കുക, കുറേ കഴിയുമ്പോൾ തന്നെ ഉയർന്നോളും എന്നാണ് വാക്യം. അങ്ങനെയല്ലല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ ഇരിക്കുന്നത്. എല്ലാവരെയൊക്കെ കഷ്ടപ്പാടും പ്രയാസത്തിലൊക്കെയാണ് ജീവിക്കുന്നത്. പിള്ളേരൊക്കെ വലുതാകുമ്പോൾ ഈ സ്ഥിതിയൊക്കെ മാറും. അങ്ങനെയല്ലല്ലോ വാക്യം. തന്നെ ഉയരുമെന്നാണോ? അല്ല, ഈ കാലമൊക്കെ മാറും അമ്മാമ്മേ, എല്ലാവരുടെ സ്ഥിതി മാറും, പേടിക്കണ്ട. അങ്ങനെയല്ലല്ലോ എഴുതിയിരിക്കുന്നത്. ഈ വാക്യത്തിൽ സ്പഷ്ടമാണ്, തന്നെ ഉയരുകയല്ല, ഒരുത്തൻ ഉയർത്തുകയാണ്. ഈ വാക്യത്തിനകത്ത് ഉയർത്തുന്നൊരു ദൈവമുണ്ട്. രണ്ടാമത്തത്, ഈ വാക്യത്തിനകത്ത് ഉയർത്താൻ ഒരു കാരണമുണ്ട്. ഞാൻ കാരണം വിശദീകരിക്കാം. ഈ വാക്യത്തിൽ ചുമ്മാ ഒരുത്തനും ഉയരുകയല്ല. ആരെങ്കിലും ഒരുത്തൻ ആത്മീകത്തിൽ ഉയർന്നു നിൽക്കുന്ന കണ്ടാൽ കൂടുതലൊന്നും ചിന്തിക്കണ്ട, അതിൻ്റെ പുറകിൽ കാരണമുണ്ടാവും. കാരണമില്ലാതെ ഒരാൾ ഉയർന്നിട്ടില്ല. ഞാൻ മറുവശം പറയാം, ഒരുത്തൻ തകർന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ അന്വേഷിച്ചോ, അതിൻ്റെ പുറകിൽ നല്ല കാരണം കാണും. വെറുതെ ഒരുത്തൻ ഇവിടെ തകരുകയല്ല, വെറുതെ ഒരുത്തൻ ഇവിടെ പൊളിഞ്ഞു പോകുകയല്ല. ആരെങ്കിലും ഇവിടെ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. ഞാൻ ആ കാരണം വിശദീകരിക്കാം. സ്തോത്രം. മൂന്നാമത്തത്, ഉയർത്തുവാനൊരു സ്ഥലമുണ്ട്. ഈ വാക്യത്തിൽ സ്പഷ്ടമാണ്. ഞാൻ അത് വിശദീകരിക്കാനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിഭജിച്ചിട്ടിട്ട് ഞാൻ ഈ 4 കാര്യങ്ങൾ അല്പാൽപമായി പറഞ്ഞ് എന്നോട് അനുവദിച്ച സമയത്ത് നിർത്തിക്കോളാം. മൂന്നാമത്തത്, ഉയർത്തുവാൻ ഒരു സ്ഥലമുണ്ട്. നാലാമത്തത്, ഉയർത്താൻ ഒരു സമയമുണ്ട്. സ്തോത്രം. ഇങ്ങനെ 4 കാര്യങ്ങൾ പരിചിതമായിരിക്കുന്ന ഈ വാക്യത്തിനകത്തുണ്ട്. ഉയർത്തുന്നൊരു ദൈവമുണ്ട്, ഉയർത്താൻ ഒരു കാരണമുണ്ട്, ഉയർത്താൻ ഒരു സ്ഥലമുണ്ട്, ഉയർത്താൻ ഒരു സമയമുണ്ട്. ഈ 4 കാര്യങ്ങളെ അന്തർലീനമാക്കിയിട്ടാണ് പത്രോസ് ഈ കാര്യം എഴുതിയിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. പത്രോസിൻ്റെ ഈ ലേഖനം, 1-ാമത്തെ ലേഖനം പ്രത്യേകിച്ച്, പത്രോസിൻ്റെ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് തൻ്റെ അനുഭവത്തിൽ നിന്നാണ്, അനുഭവ പശ്ചാത്തലത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. ഒരു പടം വരക്കാരന് പടം വരയ്ക്കണമെങ്കിൽ 12 കളറുള്ള മഷിയും 4 ബ്രഷും മേടിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തോട് ഈ അന്തരീക്ഷത്തിൽ പടം വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കാൻ പറ്റുമോ? ബ്രഷും മഷിയും എല്ലാം ഉണ്ടെങ്കിലും ഒരു പ്രതലം വേണം, അല്ലേ? ഒരു ഭിത്തി, ഒരു കടലാസ്, ഒരു ക്യാൻവാസ്, അതിനകത്തെ പടം വരയ്ക്കാൻ നടക്കുള്ളൂ. അല്ലാതെ ഈ അന്തരീക്ഷത്തിൽ പടം വരയ്ക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതാണെങ്കിലും ഇത് പ്രദർശിപ്പിക്കണമെങ്കിൽ ഒരു ബേസ് വേണം. സ്തോത്രം. പല വിധത്തിലാണ് ദൈവത്തിൻ്റെ ദൂതുകളും ആലോചനകളും പറയുന്നത്. ചില ആളുകൾ പറയുന്നത് ശാസ്ത്രീയ തെളിവുകൾ കൊണ്ടാണ്. അതിന് വിദഗ്ധരായ ആളുകളുണ്ട്, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കാരണം സയൻസിൻ്റെ അഗാധമായിരിക്കുന്ന ഉള്ളറകളെ മനസ്സിലാക്കി അതെല്ലാം ഓർമ്മച്ചപ്പിനകത്ത് വെച്ച് ഒരു കുറിപ്പ് പോലും ഇല്ലാതെ 1-2 മണിക്കൂറുകൾ ആനുകാലികവും പ്രസക്തവുമായിരിക്കുന്ന വിഷയങ്ങളെ ചകഞ്ഞെടുത്തുകൊണ്ട് ഇപ്പൊ നടക്കുന്ന യുദ്ധങ്ങളെ പോലും വേദപുസ്തകവുമായിട്ട് തട്ടിച്ച് അതിഗംഭീരമായിട്ട് കേട്ടു നിൽക്കുന്നവനെ സ്റ്റക്കാക്കി കളയുന്ന രീതിയിൽ പ്രസംഗിക്കാൻ കഴിയുന്ന, ആനുകാലിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ശാസ്ത്രീയ പ്രസംഗകരുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം ആ ഒരു ക്യാൻവാസിലായിരിക്കും. ഞാൻ കൊതിച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ 23-ാം സങ്കീർത്തനം പോലും മനപ്പാഠം പഠിക്കാൻ നോക്കിയിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. സത്യം. സ്തോത്രം. പിന്നെ 23-ാം സങ്കീർത്തനം പറയണമെങ്കിൽ ഒന്നോടെ നോക്കി, പിള്ളേർ പരീക്ഷയ്ക്ക് കയറുന്നതൊക്കെ ആകുമ്പോൾ ഒന്നോടെ നോക്കുമ്പോൾ ഒന്നോടെ നോക്കിയാൽ ചിലപ്പോൾ തപ്പിക്കുത്തിയാണെന്ന് പറയാൻ പറ്റും. ആ സ്ഥാനത്തൊക്കെ ആധുനിക കാലത്ത് നടക്കുന്ന പേരുകൾ പോലും ഓർത്തിരിക്കാൻ പറ്റിയല്ല. സ്തോത്രം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുന്ന പല ആളുകളുണ്ട്. ജ്ഞാനം കൊണ്ട് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാൽ പത്രോസ് എന്ന് പറയുന്ന മുക്കുവനായിരുന്ന മനുഷ്യന് സ്വർഗസ്ഥനായ ദൈവം ഒരു ലേഖനം എഴുതാനുള്ള ദൂത് കൊടുത്തു. ആ ദൂത് അവതരിപ്പിക്കാൻ പത്രോസ് നോക്കിയിട്ട് അദ്ദേഹത്തിന് ജ്ഞാനമില്ല, അറിവില്ല, വിദ്യാഭ്യാസമില്ല. അപ്പം അദ്ദേഹം അത് മുഴുവൻ തൻ്റെ അനുഭവത്തിലൂടെ പ്രദർശിപ്പിച്ചു. സ്തോത്രം. ഇന്ന് പൗലോസ് അങ്ങനെയല്ല. പൗലോസിന്റെ എഴുത്തിനെ കുറിച്ച് ഈ പത്രോസ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് പലപ്പോഴും വായിച്ചാൽ പോലും ഗ്രഹിക്കാൻ പറ്റാത്ത സൂത്രങ്ങൾ അതിനകത്തുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? 2 പത്രോസിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആരെയും വായിച്ചിട്ടുണ്ടോ? അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? 2 പത്രോസ് 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത്. അപ്പൊ പത്രോസ് സമ്മതിക്കുന്നു, എന്നെ പോലല്ല പൗലോസ്, അദ്ദേഹം ജ്ഞാനം കൊണ്ടാണ് കാര്യം അവതരിപ്പിക്കുന്നത്. ഫിലോസഫേഴ്സിനോട്, ഉന്നതന്മാരോട്
തത്വശാസ്ത്രം അറിയാവുന്നവരോട് അവരുടെ മുമ്പിൽ പൗലോസ് അവതരിപ്പിക്കുന്നത് അവന്റെ അനുഭവം ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നാണ് യാത്രാ വിവരണങ്ങൾ പറഞ്ഞു, പക്ഷേ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം ഒന്നും പറഞ്ഞിട്ടില്ല. പറയാതെ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ മുഴുവൻ ജ്ഞാനത്തിലാണ്. ജ്ഞാനത്തിന്റെ പശ്ചാത്തലത്തിൽ പറയും. അതിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഗ്രഹിപ്പാൻ ബുദ്ധിമുട്ടുള്ളതുണ്ട്. സ്തോത്രം. അദ്ദേഹത്തിന്റെ വഴിയിൽ വിടുക. കാരണം പൗലോസിനെ പോലെ പത്രോസ് നോക്കിയാൽ നിങ്ങൾക്ക് പിണക്കൊണ്ടെന്ന് തോന്നുന്നു. സ്തോത്രം. ഞാനുള്ള കാര്യം പറയുക. അദ്ദേഹത്തിന്റെ കൃപയാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് പോലും ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പലതുണ്ട്. പക്ഷെ ഞാൻ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് മുഴുവൻ എൻ്റെ അനുഭവത്തിലാണ്. ഈ പത്രോസിന്റെ ലേഖനം തന്നെ ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ ലേഖനത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അതെല്ലാം തയ്യാറാക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിനകത്ത് 100% ബോധ്യമായിട്ടുണ്ട്, ശരിക്കും ഈ മനുഷ്യൻ ഇത് അനുഭവിച്ചതാണ്. അല്ല, ഞാൻ ഇപ്പൊ ഈ വാക്യത്തിൽ നിന്ന് തന്നെ പറയാം. ഇതൊക്കെ എന്താ പറഞ്ഞത്? സ്തോത്രം. നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുന്നൊരു ദൈവമുണ്ട്. അതാണല്ലോ ഈ വാക്യത്തിന്റെ ഉള്ളടക്കം. അത് പറയാൻ പൗലോസിനേക്കാൾ യോഗ്യൻ പത്രോസാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതിന് കാര്യം പറയാം. പൗലോസ് കൃപയിലേക്ക് വരുന്നത് ഒരു ഉയർന്ന സ്ഥാനത്ത് നിന്നാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നത് അദ്ദേഹം ഒരു കപ്പൽ പ്രമാണിയുടെ മോനായിരുന്നു എന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും, ഇല്ലേ? അയ്യോ, ഒന്നും കേട്ടിട്ടില്ല നിങ്ങൾ? സ്തോത്രം. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ശരിയോ തെറ്റോ ആർക്കറിയാം, ഉപദേശിമാരെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പൗലോസിന്റെ അപ്പന് കപ്പലുണ്ടായിരുന്നു, കപ്പലിന്റെ ഉടമസ്ഥന്റെ മോനായി. ഏക്കാലും അദ്ദേഹം ഒരു മുതലാളിയായിരുന്നു, ഒരു സമ്പന്നനായിരുന്നു, വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് പിടിയുണ്ടായിരുന്നു. അപ്പൊ ഒരു 5ാം നിലയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ പോലെയാ. സ്തോത്രം. ആ നിലയിൽ നിന്നവനാണ്. അങ്ങനെ നിന്ന ഒരു മനുഷ്യനെ പിന്നെ അതിന്റെ മുകളിലേക്ക് ദൈവം ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു 3ാം നിലയിൽ നിന്ന മനുഷ്യനല്ല. കടൽ തീരത്ത് കുറിയോണ്ട് എടുത്തുകൊണ്ട് കടലിൽ പോരാടി നിന്ന് അക്ഷരാഭ്യാസമില്ലാത്ത, സാധാരണ പ്രസംഗികർ പറയുന്നത് പോലെ ഉളുമ്പ് നാറുന്ന മീൻ പിടിച്ചു നടന്ന് സാധാരണക്കാരനാണ്. അവനെ സ്വർഗസ്ഥരായ ദൈവം പൊക്കിക്കൊണ്ട് വന്ന് സമുന്നതരായിരിക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരും നിൽക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ യേശുവിനെ പ്രസംഗിക്കാൻ ഉപയോഗിച്ചെങ്കിൽ അതല്ല ഉയർച്ച. രാത്രി ഞാൻ ദൈവാത്മാവിനെ പ്ലാറ്റ്ഫോമിൽ പറയുന്നു, നിന്റെ അനുഭവത്തെക്കാൾ വലിയ ക്യാൻവാസ് വേറെ ഇല്ല. അതുകൊണ്ട് വേറൊന്നും വളച്ചു കെട്ടാനില്ലെങ്കിലും നിന്റെ താഴ്ചയിൽ ഓർത്തൊരു ദൈവം ഉണ്ടെങ്കിൽ, എളിയവരെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ, അത് റാന്നിയിലെ ഈ സഭയിലെ ദൈവത്തിന്റെ അനുഭവമാണെങ്കിൽ അതിനേക്കാൾ വലുത് ദൈവത്തിനും പറയാനൊന്നുമില്ല. ഈ ദൂത് പറയാൻ മിടുക്കൻ പൗലോസിനേക്കാൾ യോഗ്യൻ പത്രോസാണ്. കാരണം ഉയർത്തുന്ന ദൈവം അത്രയും താഴെക്കടയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ ദൈവം മാനിച്ചു. ഇനി ഞാൻ 4 കാര്യങ്ങൾ വിശദീകരിക്കാം. ഒന്നാമത്തത് ഉയർത്തുന്നൊരു ദൈവം. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം സ്തോത്രം, നമുക്കറിയാം വേദപുസ്തകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ ബൈബിൾ വായിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. 2 കാര്യങ്ങൾ നന്നായി ചെയ്യണമെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവത്തോടെ, സ്വോത്ര ഒച്ചയൊക്കെ വെക്കുന്ന ഒരാളാണ് ഞാൻ, പക്ഷെ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ നമ്മൾ ഒച്ച വെച്ചതിനകത്ത് അർത്ഥം ഉണ്ടാവുള്ളൂ. 2 കാര്യങ്ങൾ നമുക്ക് പ്രതിസന്ധികളില്ലാതെ സക്സസ് ആക്കണമെങ്കിൽ നമ്മുടെ പങ്കാളിയെ നമ്മൾ നന്നായി സ്വഭാവം മനസ്സിലാക്കണം. 1 കുടുംബജീവിതം, 2 ആത്മീക ജീവിതം. കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സ്വഭാവം മനസ്സിലാക്കണം. കൗൺസിലിംഗ് നടത്തുന്ന ആളുകൾ പറയുന്നത് 7 കൊല്ലം കൊണ്ടൊക്കെ നമുക്ക് പിടികിട്ടുകൊള്ളുന്ന. അപ്പോൾ ഈ കല്യാണം കഴിച്ചിട്ട് പെട്ടെന്ന് 6ാം മാസം വഴക്കുണ്ടാക്കി ചെന്നിട്ട് സ്തോത്രം ഡിവോഴ്സ് ചോദിക്കുന്ന ആൾക്കാരോട് കൗൺസിലേഴ്സ് പറയും, ഒന്നും ആയില്ല മക്കളെ, 6 മാസമല്ലേ ഉള്ളൂ. ഒരു 7 കൊല്ലത്തിന് ശേഷം വരുന്ന ഡിവോഴ്സ് കേസുകളാണ് സീരിയസ് ആയിട്ട് കോടതി പോലും എടുക്കുള്ളൂ. അങ്ങനെ ഒരു കേസാണെങ്കിൽ 10 കൊല്ലം ജീവിച്ചിട്ട് 10ാം വർഷം സഹികെട്ടൊരു പെണ്ണ് കേസും കൊണ്ട് ചെല്ലുവാണെങ്കിൽ വനിതാ കമ്മീഷൻ ആകട്ടെ അല്ലെങ്കിൽ കുടുംബക്കോടതി ആകട്ടെ അവരതിനെ ഗൗരവമായിട്ടെടുക്കും. കാരണം 10 വർഷങ്ങൾ പിന്നിട്ടു. 7 വർഷത്തിൽ താഴെയാണെങ്കിൽ അവർ മാക്സിമം പറയും, ഒന്നും ആയില്ല, ആളെ ഒന്ന് മനസ്സിലാക്കി വരുന്നുള്ളൂ, മോള് കുറച്ചുകൂടെ സഹിഷ്ണുത നിൽക്കുക, ശരിയായി വരും എന്നേ പറയുള്ളൂ. സ്തോത്രം. അപ്പോൾ ഒരു 6-7 വർഷം എടുക്കുമെന്ന് പറയുന്നത്. എന്താണെങ്കിലും നമ്മുടെ പങ്കാളിയുടെ സ്വഭാവം മനസ്സിലാക്കിയില്ലെങ്കിൽ എന്നും പ്രശ്നമായിരിക്കും. ഇതുപോലെ തന്നെയാണ് ആത്മീക ജീവിതത്തിൽ. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് പിടികിട്ടിയില്ലെങ്കിൽ ഇതൊരു സുഖമുള്ള മാർഗമല്ല.
സ്തോത്രം, മനസ്സിലായോ? ഇതിനകത്ത് സന്തോഷിക്കുന്ന ആരാന്നറിയാമോ? ഈ ആത്മീകത്തിൽ ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറയാം. രക്ഷയുടെ സന്തോഷം എന്ന് പറഞ്ഞ ഒന്നില്ലേ, ദാവീദ് പറഞ്ഞു, ഓർക്കുന്നില്ലേ? രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെത്തണമെന്ന്. രക്ഷയുടെ സന്തോഷം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിന് പണം ഇല്ലെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും ബസ് സ്റ്റാൻഡിൽ കിടക്കേണ്ട വന്നാലും 4 പേര് റാന്നി കവലയിട്ട് കുത്തിരി പിടിച്ച് തല്ലിയാലും അതിൻ്റെ സന്തോഷം ഒന്ന് വേറെയാണ്. രക്ഷയുടെ സന്തോഷം ഇതുപോലെ ധാന്യം വീഞ്ഞുള്ളപ്പോഴൊന്നും വെള്ളം കിട്ടുന്നതല്ല, അല്ലാതെ കിട്ടുന്ന സന്തോഷം. എൻ്റെ ഒരു നിരൂപണം പറയാം. ഞാൻ 25 വർഷമായിട്ട് ഒരു സഭയുടെ പാസ്റ്ററാണ്. ഹല്ലേലൂയ. നാളെ സഭായുള്ള ദിവസം എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. അവരാ കേൾക്കാതിരിക്കട്ടെ, പക്ഷെ ഞാൻ പറയുന്ന കാര്യം കേൾക്കണം. ഈ ഇത്രയും വലിയ കൂട്ടത്തിനകത്തൊക്കെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ചുരുക്കം പേരുള്ളൂ. സത്യമാണ് ഈ പറയുന്നത്. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഈ നല്ല സഭയിലെ എല്ലാവരും എന്തൊക്കെ ഇല്ലെങ്കിലും എത്ര പോരാട്ടം ഉണ്ടെങ്കിലും രക്ഷയുടെ സന്തോഷം നമ്മൾ കുറയാതിരിക്കട്ടെ. ആ സന്തോഷം എന്ന് പറഞ്ഞ ഭയങ്കരമാണ്. സ്തോത്രം. രക്ഷയുടെ സന്തോഷം എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്തോത്രം, തിരുവെടുത്ത് നമ്മൾ അഗാധമായി പരിശോധിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ സ്വഭാവം എന്താ നമുക്ക് മനസ്സിലായിട്ടില്ല. 10 കൊല്ലമായി നമ്മൾ സ്നാനപ്പെട്ടു, കർത്തൃവേഷം എടുക്കുന്നു. അങ്ങനെ സ്വഭാവം മനസ്സിലാകാതിരിക്കുമ്പോഴാണ് നമ്മൾ ആശങ്ക പിടിച്ച് ചോദിക്കുന്നത്, പാസ്റ്റേ ഞാൻ രക്ഷപ്പെടുവോ? ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ഞങ്ങൾക്കെതിരെ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ? സ്തോത്രം, ഞങ്ങൾക്കത് ഫലിക്കുമോ? വെല്ലിപ്പച്ചൻ ചെയ്ത കുറ്റമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുന്നത് നമുക്കിതുവരെ ദൈവത്തെ പിടികിട്ടിയില്ല. അങ്ങനെ പറയുമ്പോൾ സ്തോത്രമൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഓർത്ത് വെണ്ണിക്കുളത്ത് മാത്രമേ പ്രശ്നമുണ്ടെന്ന്, റാന്നിയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടി വരും. സ്തോത്രം. ദൈവത്തിൻ്റെ സ്വഭാവം പിടികിട്ടിയാൽ എന്ത് പ്രശ്നം വന്നാലും, ഞാൻ പൊതുവിൻ്റെ സ്വഭാവം വാക്യം വായിക്കാനാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രസംഗ വിഷയമാണ്. സ്തോത്രം. അത് പിന്നെ എപ്പോഴും വരുവാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ ഇതിനകത്ത് കിടക്കാൻ നേരമില്ല. കാരണം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന 2 വാക്യമുണ്ട്. ഒന്ന്, ദിവ്യ സ്വഭാവം എന്നാണ് ഈ പത്രോസ് എഴുതിയിരിക്കുന്നത്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകുക. യാക്കോബ് പറയുന്ന അവൻ്റെ സ്വഭാവം ദഹിക്കാൻ അവന് പറ്റി. അപ്പോൾ സ്വഭാവമുള്ളൊരു ദൈവമാണ്. ഒരു സ്വഭാവ ഗുണമില്ലാത്തൊരു നിർഗുണ പരബ്രഹ്മമല്ല നമ്മുടെ ദൈവം. നല്ല സ്വഭാവമുള്ളവനാണ്. സ്തോത്രം. അതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. നിന്റെ ദൈവത്തിന്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ പത്രോസ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത് അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ. അപ്പൊ ഒരുപാട് സൽഗുണങ്ങളുള്ളവനാണ് നമ്മുടെ ദൈവം. ഈ സൽഗുണങ്ങളെല്ലാം സ്വഭാവത്തിന്റെ ഭാഗമാണ്. അതുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഇനി ആ സ്വഭാവം നമുക്കറിയണമെങ്കിൽ ഞാൻ പറയാൻ വന്നത് ഇതാണ്. ഞാൻ ബൈബിളിലെ വാക്കുകൾ എടുക്കാതൊരു കാര്യം പറയാം. നമ്മുടെ ദൈവത്തിൻ്റെ പൊതു സ്വഭാവമാണ് എന്ത് കാര്യങ്ങളും ഇച്ചിരി താമസിച്ചേ ചെയ്യുള്ളൂ. നമ്മളിവിടെ കിടന്ന് ഒറ്റക്കാലെ കിടന്ന് നൃത്തം ചെയ്താലും അത് കണ്ട് പേടിച്ചൊന്നും ദൈവം ഒന്നും ചെയ്യുന്നവനല്ല. നമ്മൾ കുറെ കരഞ്ഞു കാണിച്ച് സിമ്പതിക്ക് വീഴുന്നവനുമല്ല ദൈവം. ദൈവം ഇതെല്ലാം നോക്കിയിട്ട് പണ്ട് ലാസറിന്റെ വീട്ടിൽ ചെയ്തതുപോലെ ഇതെല്ലാം കഴിയുമ്പോൾ ദൈവം ഇറങ്ങി വരും. അത് ദൈവത്തിൻ്റെ ഒരു പൊതു സ്വഭാവം. ഇങ്ങനെ ഒത്തിരി സ്വഭാവങ്ങൾ ദൈവത്തിനുണ്ട്. വേദപുസ്തകത്തിനകത്ത് ഞാൻ വീണ്ടും പറയാം, എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ പിള്ളേരുടെ, നമ്മുടെ ജീവിത പങ്കാളികൾക്ക് സ്വഭാവം മനസ്സിലാക്കുന്നത് നമ്മൾ കൂടെ ജീവിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ദൈവം അക്ഷരികമായിട്ട് നമ്മുടെ കൂടെ ഇല്ലല്ലോ. ഒരു വിശ്വാസത്തിലെ ആ കാര്യങ്ങൾ നടത്തുന്നത്. പിന്നെ ഇങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ ഏക മാർഗമുള്ളൂ ബൈബിൾ വായിക്കുക. ഇപ്പോൾ നമുക്ക് തിരുവെഴുത്തിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് നിരന്തരം ധ്യാനിക്കുമ്പോൾ നമുക്ക് പിടികിട്ടും നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം ഇന്നതാണ്. ആ കാര്യം നിലനിർത്തിക്കൊണ്ട് ഞാൻ ഈ വാക്യത്തിലേക്ക് വരാം. വിശുദ്ധ ബൈബിളിൽ കാണുന്ന ദൈവത്തിൻ്റെ സ്വഭാവം എല്ലാവരെയും ചെയ്തതൊത്തില്ല, പറഞ്ഞതൊത്തില്ല, ഉടുത്തതൊത്തില്ല, വന്നതൊത്തില്ല എന്ന് പറഞ്ഞ് എപ്പോഴും ഒരു അസംതൃപ്തനായി ഒരു മുതുക്കനെ പോലെ എപ്പോഴും കുറ്റം പറയുന്ന ഒരു ദൈവം അല്ല ബൈബിളിൽ കാണുന്ന ദൈവം. ആണോ? നിങ്ങൾ വായിച്ചപ്പോൾ അങ്ങനെയാണോ തോന്നിയത്? അല്ല. എനിക്ക് ഇത്രയും കാലം ബൈബിൾ വായിച്ചോടും കൊണ്ട് മനസ്സിലാക്കിയ കാര്യം പറയാം. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സ്നേഹമൂർത്തിയാണ്. കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നവനാണ്, ക്ഷമിക്കുന്നവനാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആഹാബിനെ നിങ്ങൾക്കറിയാലോ. വേദപുസ്തകത്തിലെ ഏറ്റവും ക്രൂരനായ, നീചനായ, നമുക്കൊന്നും ഇഷ്ടപ്പെടാത്തൊരു കഥാപാത്രമാണ്. ദൈവത്തിനും ഇസ്രായേലിനും വിരോധമായിട്ട് ഒത്തിരി കോപം ജ്വലിപ്പിച്ച ആളാണ്. അയാളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച ആളാണ്. ഏലിയാവിൻ്റെ കാലത്താണ്.
ഒരു ദിവസം ദൈവം ന്യായവിധിയിലേക്ക് ആ കുടുംബത്തെ തകർക്കാൻ വേണ്ടി പദ്ധതി ഇട്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു വിഷയം വന്നപ്പോൾ ആഹാബ് ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ടൊന്ന് ഉപവസിച്ചു. ബൈബിളിലുണ്ട്. ഏലിയാവ് അങ്ങ് ഇവൻ മുടിയാൻ വേണ്ടി തന്നെ, കാരണം അത്രയും ക്രൂരനല്ലേ. ഇവർ തമ്മിൽ ഒരിക്കലും ഏലിയാവും ആഹാബുമായിട്ട് ശരിയല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പറയുക, കണ്ടോ കണ്ടോ, അവൻ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടോ, അതുകൊണ്ട് നാം അവന് വരുത്തുമെന്ന് പറഞ്ഞ ന്യായവിധി മാറ്റിവെക്കാം. അദ്ദേഹത്തിന് സ്വഭാവം പിടികിട്ടിയോ? എത്ര ക്രൂരനാണെങ്കിലും അനുതപിക്കാനും താഴാനും തയ്യാറാണെങ്കിൽ അന്ന് തന്നെ അവന്റെ തലയിൽ തീ വാരിയിടുന്ന ദൈവമല്ല. അനുതപിക്കുന്നവനെ എത്ര മോശക്കാരനാണെങ്കിലും ഒരവസരം കൂടി കൊടുക്കാൻ മനസ്സുള്ള ഇതുപോലത്തെ ഒരു ദൈവം ലോകത്തിലില്ല. ഈ ദൈവത്തെ പോലെ ദൈവം ലോകത്തിലില്ല. നമ്മൾ ഇച്ചിരി വിധേയപ്പെട്ടാൽ, താഴ്മയോടിരുന്നാൽ, സ്തോത്രം, ദൈവം അത് ചെയ്യും. ഈ മനുഷ്യനേക്കാൾ കാതലതാ. പണ്ട് കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ശമരിയെ കൂടെ പോകാൻ നേരത്ത് അന്ന് ഇതുപോലെ യാത്രാക്രമീണങ്ങളൊന്നുമില്ല. യേശുക്രിസ്തുവിന് നേരെ യെരൂശലേമിലേക്ക് പോകണം, യഹൂദയിലേക്ക് പോകണം ഗലീലയിൽ നിന്ന്. അപ്പോൾ ശമരിയെ കൂടെ പോകണം. ശമരിയെ കൂടെ പോകാൻ നേരത്ത് ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റിയല്ല. ഒരു രാത്രി തങ്ങണം, എങ്കിലേ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ശമരിയെ കൂടെ സാധാരണ പോകാറില്ല. അന്നത്തെ കാലത്ത് ഹോട്ടലും ലോഡ്ജൊന്നുമില്ല. വീടുകളിൽ തന്നെ ക്രമീകരണങ്ങളുണ്ട് യാത്രികർക്ക് വേണ്ടി തങ്ങാനുള്ള സത്രങ്ങൾ പോലെ. അപ്പോൾ ശമരിയയിലായിരിക്കുമ്പോഴാണ് ചെല്ലുമ്പോഴത്തേക്ക് സദ്യ ആവുള്ളൂ. അപ്പോൾ ശിഷ്യന്മാരെ കാലെ കൂട്ടി ചെന്നിട്ട് പറഞ്ഞു, സ്തോത്രം, ഞങ്ങളുടെ ഗുരുനാഥൻ ഇതിലെ കൂടെ വരുന്നുണ്ട്, ഇപ്പോൾ ഒരു രാത്രി ഇവിടെ തങ്ങണ്ട വരും. അപ്പോൾ എല്ലായിടത്തും ശമരിയെ ചോദിച്ചപ്പോൾ യഹൂദന്മാർക്ക് ശമരിയക്കാരുമായിട്ട് വലിയ കോളില്ലാത്തതിന് വലിയ അവസരം കൊടുത്തില്ല. അവർ കുറേ വീടുകളിൽ കയറി ഇറങ്ങി. ഒരു രാത്രി തങ്ങാൻ വേണ്ടി ഞങ്ങൾ 10-12 ആൾക്കാരുണ്ട്, സ്തോത്രം, യേശുവാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, കർത്താവ് ഒരു കാര്യം ചെയ്യുക, ഏലിയാവ് തീ ഇറക്കിയതുപോലെ ഇവന്മാർ ഗുണം വരണമെങ്കിൽ, ഒരു പാഠം പഠിക്കണമെങ്കിൽ ഇവരുടെ ഒരു പട്ടണം അങ്ങ് തീ ഇറക്കി കത്തിക്ക് എന്ന് പറഞ്ഞപ്പോൾ യേശു അന്ന് നമുക്ക് ചെയ്യാമെന്ന് പറയുകയല്ലേ ചെയ്തത്. ദൈവം തിരിഞ്ഞു എന്ന് ചോദിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ്? അതിനർത്ഥം എന്താ? ആരെങ്കിലും പറയുന്നത് കേട്ട് തീയിടാൻ നടക്കുന്ന ക്രൂരനല്ല ദൈവം. സ്തോത്രം, മനസ്സിലായോ? നമുക്ക് വിഷമം കാണും. നമ്മളോട് ഇത്രയും കാലത്ത് 2 പേര് പോയി ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉച്ചവെയിലത്ത് മുഴുവൻ വെള്ളം പോലും കിട്ടാതെ നടന്ന് കുഴഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇവരൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കുകയല്ല, മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് യേശുവിനോട് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറയുന്നവനല്ല ദൈവം. പിന്നെയോ സ്തോത്രം, അവരുടെ നടുവിൽ സ്നേഹം എന്താണ്, സമാധാനം എന്താണെന്ന് പഠിപ്പിക്കുന്നവനാണ് ദൈവം. ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ ബൈബിള് പതുക്കെ ഇരുന്ന് വായിക്കണം. ബൈബിളിൽ കാണുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, ഞാൻ കണ്ടിടത്തോളം എപ്പോഴും കോപിച്ച് ദാഷ്ട്യത്തോടെ ചുമന്ന കണ്ണുമായിട്ട് ക്രൂരനായിട്ട് സ്തോത്രം നോക്കിയിരിക്കുന്നൊരു ദൈവത്തെ അല്ല ബൈബിളിൽ കാണുന്നത്. നമ്മളെ കാണുമ്പോൾ സന്തോഷിക്കുന്ന ദൈവം. നമ്മുടെ സ്തുതിയും സ്തോത്രമൊക്കെ കേൾക്കുമ്പോൾ സ്തോത്രം നമ്മളെ സ്നേഹത്തോടെ നോക്കുന്ന ദൈവം. പോരാ, ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എളിയവരെ ഉയർത്തുന്ന ദൈവം. അവൻ്റെ അടുക്കൽ നിന്നവരെ ആരെയാണ് ദൈവം താത്തിയിട്ടുള്ളത്? തിരുവെഴുത്തിനകത്ത് വായിക്കുന്ന ഭാഗം ഇതാണ്. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പൊതു സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ ന്യായവിധിയും ശിക്ഷയല്ല. ദൈവത്തിൻ്റെ പൊതു സ്വഭാവം ഉയർത്തുകയാണ് മനുഷ്യനെ. ഒരു മനുഷ്യനെ, അതിനാണ് ദൈവപുത്രനെ കാൽവരിയിൽ തകർത്തത്. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത്. അതിനാണ് ദൈവം തൻ്റെ ദാസന്മാരെ കൃപ കൊടുത്തു നിർത്തിയിരിക്കുന്നത്. എന്തിനാ? സ്തോത്രം, തകർന്നു കിടക്കുന്ന, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ ഒരഭിഷിക്തനെ അവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക, അവനെ വിളിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് ഇരുത്തുക. എന്തിനാ? സഭയിൽ ഒരാളും കൂടി കൂടാനല്ല, അവനെ സാക്ഷിയാക്കാൻ. എങ്ങനെ സാക്ഷിയാക്കാൻ? സ്തോത്രം, തകർന്നവനെ, നാട്ടുകാർ തള്ളിക്കളഞ്ഞവനെ, വീട്ടുകാർ ചതച്ചു കളഞ്ഞവനെ, ചതഞ്ഞ ഓട പോലെ കരിന്തിരി പോലെ കത്തി നിന്നവനെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് വെണ്ണ നിറച്ച വിളക്ക് പോലെ സ്വർഗസ്ഥനായ ദൈവനെ നാട്ടുകാരുടെ നടുവിൽ തെളിയിച്ച് ശോഭിക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം മനസ്സിലാക്കുന്ന എന്താണെന്നറിയാമോ? ജീവിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. 1 അല്ല 2 അല്ല 1000 സാക്ഷികളെ ഇന്ന് രാത്രികാലം റാന്നിയിലും പരിസരത്തും കൊണ്ടുവരാൻ പറ്റും. ആർക്കും നിഷേധിക്കാൻ പറ്റും. ഈ ദൈവത്തെ പോലെ ഉയർത്തുന്നൊരു ദൈവമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയാം, ഉയർത്തി കഴിഞ്ഞില്ല. ഈ പറയുന്നത് ആരോടാ? ഇത് കവലപ്രസംഗമല്ല, ലേഖനം ആണോ?
കച്ചവടത്തിൽ പൊട്ടി തൂങ്ങിച്ചാവാൻ വേണ്ടി ആത്മഹത്യക്കുറിപ്പ് എഴുതിയിരിക്കുന്ന ഒരാളുടെ വീട്ടിൽ പോയി സുവിശേഷം പറയുമ്പോൾ പറഞ്ഞ വാക്കല്ല, ലേഖനങ്ങൾ വൃതന്മാർക്കുള്ളതാണ് പത്രോസ് എഴുതിയിരിക്കുന്നത്, അല്ലേ? സ്തോത്രം. ചിതറിപ്പാർക്കുന്ന വൃതന്മാർ അഥവാ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ ആരാധിക്കുന്നവരായ ആളുകൾക്കാണ് ഇത് എഴുതിയിരിക്കുന്നത്. അവരോടാ പറയുന്നത്, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. സ്തോത്രം. അപ്പൊ ആരോടാ? ഇന്ന് രാത്രി ചർച്ച് ഓഫ് ഗോഡിന്റെ സഭയ്ക്കകത്തിരിക്കുന്ന ആളുകൾ പത്രോസിന്റെ ലേഖനത്തിന്റെ ഉടമസ്ഥരാണെങ്കിൽ, അനുവാചക യോഗ്യരാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, നിന്നോടാ ദൈവം പറയുന്നത്, നിന്നെ ഉയർത്തി കഴിഞ്ഞിട്ടില്ല, ഇനിയും നിന്നെ ഉയർത്താൻ സ്വർഗസ്ഥനായ ദൈവം തയ്യാറാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എന്റെ ശുശ്രൂഷയുടെ ക്ലൈമാക്സ് അല്ലിത്, എന്റെ അനുഗ്രഹത്തിന്റെ അത്യന്ത ലക്ഷണമല്ലത്. ഇനിയും ദൈവപാദപീഠത്തിൽ താണിരുന്നാൽ ഇതിനേക്കാൾ കൃപയോടെ ദൈവം നിർത്തും നമ്മളെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. 4 വാക്യങ്ങൾ കൂട്ടി വായിച്ച് 100 പേര് കൂടുന്നൊരു വേദിയിൽ നോട്ടീസിൽ പേര് വന്ന് പ്രസംഗിച്ചതോടുകൂടെ നമ്മളെ ഉയർത്തി കഴിഞ്ഞെന്ന് വിചാരിക്കരുത്. വീണ്ടും ദൈവപാദപീഠത്തിൽ താണിരിക്കുമ്പോൾ ഈ വാക്യം എന്നും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി ഈ വാക്യത്തിൽ നിന്ന് ഒഴിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് സ്തോത്രം പറയുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചേ. എൻ്റെ ഭാഷ എന്നെ ഉയർത്തിയേ കഴിഞ്ഞു, എനിക്ക് വയസ്സ് സ്തോത്രം 69ആയി, ഇനി ഉയർത്തി, ഇനി നിങ്ങളൊക്കെ ആവ്. അങ്ങനെ പറയാൻ ഈ വാക്യം ആരെങ്കിലും അനുവദിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാരോടും പറയുകയാണ്, നിന്നെ തക്ക സമയത്ത് ഉയർത്താൻ. അങ്ങനെയാണെങ്കിൽ സഭയ്ക്കകത്ത് വന്ന് ദൈവത്തെ ആരാധിക്കുന്ന 20 വർഷം പിന്നിട്ട അച്ചായനും അമ്മാവയ്ക്കും എല്ലാം ഈ വാക്യം ബാധകമാണ്. ഇന്നലെ വിശ്വാസത്തിലേക്ക് വന്നു സ്തോത്രം 2024 6 മാസങ്ങൾക്ക് ശേഷം രക്ഷിക്കപ്പെട്ടു വന്ന മനുഷ്യരും 25 വർഷമായി കർത്തൃമേശ എടുക്കുന്നവരും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് ഇന്നിന്നെ ഉയർത്തുന്ന ദൈവം എന്ന് പറയുന്നത്. ഈ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. കോളേജിൽ പഠിക്കുന്ന പിള്ളേരോട്, ബാംഗ്ലൂരോ ഹൈദരാബാദോ പഠിക്കുന്ന പിള്ളേരാരെങ്കിലും ഇവിടെ നിന്ന് പോകുമ്പോൾ ദൈവത്തെ മറക്കാതെ അവിടെ ചെന്ന് നിങ്ങൾ സ്തോത്രം വേദപുസ്തകം കൊണ്ടുപോവുകയും വൈകുന്നേരം കിടക്കുന്നതിനൊക്കെ മുമ്പ് നിങ്ങളുടെ ഡോർമെട്രിയിലോ റൂമിനകത്തിരുന്ന് ബൈബിൾ വായിച്ച്, ബാക്കി പിള്ളേരൊക്കെ ഒരു പക്ഷേ അവിശ്വാസികളായിരിക്കാം, അവരുടേതായ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിൻ്റെ കട്ടിലിൻ്റെ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നിൻ്റെ റൂംമേറ്റ് കണ്ടെന്നിരിക്കട്ടെ സ്ഥിരമായി. കുറച്ച് ദിവസം കാണുമ്പോൾ നീ ദൈവം 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അവൾ ചോദിക്കാതിരിക്കട്ടെ മോളോട്, നീ ഈ പറയുന്ന ദൈവത്തിൻ്റെ പൊതു പരിപാടി എന്താണ്? എന്താ നിന്റെ ദൈവത്തിൻ്റെ പരിപാടി എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എന്തോ മറുപടി പറയും. ഒയ്യോ മിണ്ടിയേക്കരുത്, കൊന്നുകളയും. അങ്ങനെയാണോ? ഞാൻ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ജനിച്ചു വളർന്നപ്പോൾ ഒരു ദാരിദ്ര്യ കുടുംബത്തിലാണ്. ഞാൻ എറണാകുളത്താ. സ്തോത്രം. ഇപ്പം എൻ്റെ വീട്ടിൽ എന്നും ഒന്ന് ഉറക്കെ ചിരിച്ചാൽ പോലും വീട്ടിൽ പറയുമായിരുന്നു, എൻ്റെ അമ്മ പറയും, ഞാൻ കള്ളം പറയുമായിരുന്നു, പതുക്കെ ചിരിക്കും, ദൈവം കോപിക്കും. റാന്നിക്കാർ പറഞ്ഞിട്ടുണ്ടാകുകയല്ല. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ 30-38 വർഷങ്ങളായി, അതിന് മുമ്പത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ നാട്ടിൽ എന്താണെങ്കിലും പറയും, ദൈവം കോപിക്കും, ദൈവം ചോദിച്ചോളൂടി. മിക്കവാറും പറയില്ലേ? ലാസ്റ്റ് തോറ്റ് നമുക്ക് തിരിച്ചൊന്നും പറയാനില്ലാതെ വന്ന് നമ്മൾ തോറ്റ് തുന്നം പാടുമ്പോൾ അവസാനത്തെ വാക്കാ, നിന്നോടൊക്കെ ദൈവം ചോദിക്കട്ടാ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിനക്കിട്ട് പൊട്ടിക്കാൻ ദൈവം ഉണ്ടെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ കേട്ട് വളർന്നതെല്ലാം, എൻ്റെ ഓർമ്മ വെച്ച കാലത്ത് വളർന്നതെല്ലാം ദൈവം ചോദിക്കും, ദൈവം കോപിക്കും. അപ്പം എൻ്റെ മനസ്സിൽ മുട്ടിട്ടതെല്ലാം തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കോപിക്കുന്നൊരു ദൈവത്തെയാണ്. ഞാൻ ഈ മധ്യ തിരുവാങ്കൂർ കുമ്പനാട്ട് ബൈബിൾ കോളേജിലൊക്കെ പഠിക്കാൻ വന്നതിന് ശേഷമാണ് ദൈവം ഇത്ര സ്നേഹവാനാന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. പിന്നെയാണ് ബൈബിൾ അത്ര ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതാ കാരണം. ഞാൻ നിങ്ങളോട് പറയാം, മക്കളോട് പറയാം, ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ പറയണം, എൻ്റെ ദൈവത്തെ പോലെ ഉയർത്തുന്നൊരു ദൈവമില്ല, എൻ്റെ ദൈവത്തെ പോലെ മാനിക്കുന്നൊരു ദൈവമില്ല, ഞങ്ങളുടെ ദൈവത്തെ പോലെ സഹായിക്കുന്നൊരു ദൈവമില്ല, ഞങ്ങളുടെ ദൈവത്തെ പോലെ കരുതുന്നൊരു ദൈവമില്ല, ഞങ്ങളുടെ ദൈവത്തെ പോലെ സൂക്ഷിക്കുന്നൊരു ദൈവമില്ല. 24 മണിക്കൂറിൽ ശിക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്ന ദൈവത്തെ അല്ല ഈ വേദപുസ്തകത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചത്. പിന്നെയോ ഞങ്ങളുടെ ഏകാന്തതകളിൽ, ഒറ്റപ്പെടലുകളിൽ, വീഴ്ചകളിൽ, താഴ്ചകളിൽ ഇതുപോലെ കരുതുന്നൊരു ദൈവമില്ല. ആ ദൈവത്തെ ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് നിന്റെ കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ പറഞ്ഞാൽ അവര് നിന്റെ കൂടെ ആരാധനയ്ക്ക് വരും. ദൈവത്തെക്കുറിച്ച് പൊതുവിൽ പറയാൻ. പിന്നെ ദൈവം കോപിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ
ഒറ്റപ്പെട്ട സമയത്തൊക്കെ ദൈവത്തിൻ്റെ മുഖം മാറിയിട്ടുണ്ട്. അത്രയ്ക്ക് തീർത്തും നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ദൈവം ആ ഒരു നയം എടുക്കുന്നത്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? അപ്പോൾ ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ച് ഒരു ദിവസം മുഴുവൻ പ്രസംഗിച്ചാൽ തീരില്ല. അത് ഞാൻ വിടുകയാണ്. രണ്ടാമത്തത്, ഈ വാക്യത്തിൻ്റെ രണ്ടാമത്തെ കാര്യം, ഉയർത്താൻ ഒരു കാരണമുണ്ട്. ആ കാരണം ഈ 6-ാം വാക്യം മുഴുവൻ നമ്മൾ തപ്പി നോക്കിയാലും ചിലപ്പോൾ സ്തോത്രം നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്നിരിക്കുകയില്ല. എന്നാൽ അതിൻ്റെ തൊട്ട് മുകളിലത്തെ 5-ാം വാക്യം തീരുന്നത് എങ്ങനെയാണ് നോക്കി? 5-ാം വാക്യം തീരുന്നത് എങ്ങനെയാ നോക്കി? 5-ാം വാക്യം തീരുന്നത് എങ്ങനെയാ? സ്തോത്രം, താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു. ഈ ബൈബിൾ എഴുതിയ കാലത്ത് അധ്യായവും വാക്യമൊന്നും ഇല്ലായിരുന്നു, അതറിയാലോ. പത്രോസ് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം അധ്യായം ഇല്ലായിരുന്നു കേട്ടോ. 1-ാം വാക്യം, 2-ാം വാക്യം ഒന്നും വാക്യമില്ലായിരുന്നു. വേദപുസ്തകത്തെ അധ്യായങ്ങളായി തിരിച്ചത് AD 1400 വാക്യങ്ങളായി തിരിക്കുന്നത് പിന്നീടാണ്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ 5-ാം വാക്യം, 6-ാം വാക്യം എന്ന് പറഞ്ഞ വാക്യമൊന്നുമില്ല. ഒറ്റ കത്താണ്, ഒരു ലേഖനമാണ്, ഒരു പ്രമേയമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ 5-ാം വാക്യമോ 6-ാം വാക്യമോ എന്ന് പറയേണ്ട കാര്യമില്ല. അതൊരു വിവരണമാണ്. എന്താണ് വിവരണം? മുകളിൽ എഴുതിയിരിക്കുന്ന വാക്ക്, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. സ്തോത്രം. എന്നിട്ടാ പറയുന്നത്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്. അപ്പോ ഉയർത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പത്രോസ് പറയും, വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇയാൾ എങ്ങനെയാണോ ഉയർന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമുള്ളൂ, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉപവാസം, നമ്മുടെ പ്രയത്നം, ഇതെല്ലാം ദൈവസന്നിധിയിൽ അനിവാര്യമാണ്, ആവശ്യമാണ്. പക്ഷേ സ്തോത്രം, ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുന്നത് അങ്ങ് പ്രാർത്ഥിച്ച് 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 വയറൊട്ടിക്കളനെ കണ്ടിട്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് പലരും ഉയർന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയാം, കൃപയാൽ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയാലാണ് ഉയർച്ച ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ, പത്രോസിൻ്റെ ജീവിതത്തിൽ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഉയർന്നത് കൃപയാലാണ്. ഇന്നും ദൈവം ഉയർത്തുന്നത്. കൃപ കിട്ടണമെങ്കിൽ താഴ്മ വേണം, വിനയം വേണം. കൃപ കിട്ടാൻ വേണ്ടി കൃപാസനത്തിൻ്റെ അടുക്കൽ ചെല്ലണം. അതൊക്കെ ഒത്തിരി വഴികളുണ്ട്. പക്ഷേ ഉയർത്തപ്പെട്ടതെല്ലാം കൃപയാലാണ്. സ്തോത്രം. അത് മനസ്സിലാക്കണമെങ്കിൽ മത്തായി 10:2 വായിച്ചു നോക്കണം. അപ്പോൾ നമുക്കൊന്ന് പിടികിട്ടും. മത്തായി 10:2 വായിച്ചു നോക്കിയേ. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് വായിച്ചുകൊണ്ട് ഞാൻ ചില വിശദീകരണം തരാം. മത്തായി 10:2 എന്താ എഴുതിയിരിക്കുന്നത്? മത്തായി 10:2 കേൾക്കണേ, അവൻ്റെ സഹോദരൻ അന്തരം. പിന്നെ മതി ആൻറ്റി, ബാക്കി നമുക്കൊന്ന് പറഞ്ഞു വിടാം, കേട്ടോളാം. നമുക്കൊരു ചെറിയ ധാരണ അതിൽ നിന്ന് കിട്ടിയാൽ മതി. 12 അപ്പോസ്തലന്മാരുടെ പേര് പറയുക. അങ്ങനെ പേര് പറയുമ്പോൾ എഴുതിയിരിക്കുന്നു, ഒന്നാമൻ പത്രോസ്. പത്രോസ് എന്ന് പേരുള്ള ഒന്നാമൻ, പത്രോസ് എന്ന് പേരുള്ള ശീമോൻ. രണ്ടാമൻ അന്ത്രയോസ് അവിടെ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? രണ്ടാമൻ അന്ത്രയോസ് എഴുതിയിട്ടുണ്ടോ? മൂന്നാമൻ, ആ ടീമിൽ മൂന്നാമനുണ്ടോ? രണ്ടാമനുണ്ടോ? 12 പേരടങ്ങുന്ന ടീമിനകത്ത് രണ്ടാമനും മൂന്നാമനും അഞ്ചാമനും ഇല്ല, പക്ഷെ ഒന്നാമനുണ്ട്. അത്രയും മനസ്സിലായോ? അതിനകത്ത് രണ്ടാമൻ എഴുതിയിട്ടില്ല, മൂന്നാമൻ എഴുതിയിട്ടില്ല. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്. ഒന്നാമൻ പത്രോസ്. രണ്ടാമനും മൂന്നാമനും അല്ല. പേരെഴുതിയപ്പോ താഴേക്ക് എഴുതിയെന്നുള്ളൂ. ഈ ടീമിൽ രണ്ടാമനില്ല, മൂന്നാമനില്ല, പക്ഷെ ഒന്നാമനുണ്ട്. ആരാണ് ഒന്നാമൻ? ഈ ടീമിൽ 12 പേരടങ്ങുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ടീം എന്ന് പറയുന്നത്
ഒത്തിരി ടീമുകളുണ്ടല്ലോ, ക്രിക്കറ്റ് ടീമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സ്തോത്രം, എന്താ പറയുക, നമ്മുടെ ആത്മീകത്തിൽ തന്നെ ഒത്തിരി ടീം വർക്കുകളുണ്ട്. പിന്നീട് പൗലോസിൻ്റെ ടീം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരി സംഭവം കൊണ്ട് ലോക ചരിത്രത്തിൽ ഇന്നുമുണ്ട് ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആളുകളുടെ പിന്തുണയുള്ള ടീം. എന്നാൽ ഇന്ന് വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമുള്ള, ഏറ്റവും കരുത്താർജിച്ച ടീമാണ് യേശുക്രിസ്തു നേതൃത്വം കൊടുത്ത അപ്പോസ്തലന്മാരുടെ ടീം. അവർ ചെയ്തതുപോലെ, അവർ കണ്ടതുപോലെ, അവർ പ്രവർത്തിച്ചതുപോലെ, അവരെ ഉപയോഗിച്ചതുപോലെ ലോകത്തിൽ ഒരു ടീമിനും ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ ടീമായിരിക്കുന്ന ഈ 12 പേരടങ്ങുന്ന ടീമിന്റെ ഒന്നാമൻ പത്രോസാണ്. ഇനി ഈ മനുഷ്യനെ നോക്ക്, ഈ 12 പേരിൽ പത്രോസിനേക്കാൾ ഒന്നാമനാകാൻ യോഗ്യനായി ആരും ഈ ടീമിനില്ലേ? നിങ്ങൾക്ക് വളരെ അറിയാലോ. ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ലീഡറാക്കുക, അല്ലെങ്കിൽ ടീമിൻ്റെ ഒരു സഭയുടെ മുൻനിരയിൽ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന ഒരു അടിസ്ഥാനപരമായിരിക്കുന്ന യോഗ്യതയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 12 പേരിൽ ഒന്നാമനാകാൻ നിങ്ങളുടെ നിരൂപണത്തിനകത്ത് ഞാനിങ്ങനെ വിമർശനാത്മകമായി ബൈബിൾ പഠിക്കും, ബൈബിളിനോട് ചോദിച്ച് മിണ്ടിയും പറഞ്ഞും പഠിക്കും. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു കർത്താവേ, ഈ ടീമിനകത്ത് ഇദ്ദേഹത്തെയാണോ ഒന്നാമനാക്കാൻ കണ്ടോളൂ? അങ്ങയുടെ നെഞ്ചോട് ചാരിയിരുന്ന യോഹന്നാൻ അങ്ങയുടെ ബന്ധു കൂടിയല്ലേ? ഫസ്റ്റ് കസിനാണ് യേശുവിൻ്റെ. എന്നാ പിന്നെ ഒരു പിടി കൈ കിടക്കട്ടെ, യോഗ്യനുമല്ലേ, മാറോട് ചേർന്നിരുന്നവനല്ലേ, അങ്ങേരെ എന്താ ഒന്നാമനാക്കായിരുന്നേ? ഈ പത്രോസിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത് അന്ത്രയോസ് അല്ലേ, ഓൺ ബ്രദർ. അങ്ങനല്ലേ ആദ്യം യേശുവിനെ കണ്ടെത്തിയത്? അങ്ങേര് വന്ന് പറഞ്ഞിട്ടില്ലേ പത്രോസിനെ കെട്ടിവലിച്ചോണ്ട് വന്നത്? അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് 2 പേര് വന്നപ്പോൾ മറ്റങ്ങേരല്ലേ നല്ലത്? അങ്ങേരെ ഒന്നാമനാക്കായിരുന്നല്ലോ, യാക്കോബിനെ ആക്കായിരുന്നല്ലോ. ഇവരെ ആരെയും ഒന്നാമനാക്കാതെ തന്നെയല്ല, ഈ പത്രോസിനെയൊക്കെ എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയിട്ട് ഇന്ന് വരെയും പ്രാർത്ഥന നടന്നിട്ടുണ്ടോ? എവിടെ കൊണ്ടുപോയാലും പോയിരുന്ന് ഉറങ്ങുള്ളൂ. പിന്നെ കർത്താവിനെ തള്ളി പറഞ്ഞു, പടകെടുത്തുണ്ട്. ഈ കക്ഷിയെ ഒന്നാമനാക്കിയത് കർത്താവിന് തെറ്റുപറ്റിയതാണോ? അതെയോ? സ്തോത്രം. അപ്പൊ പത്രോസ് എന്നോട് പറഞ്ഞു, ഒന്നാമനാകുന്നതൊക്കെ ആൾബലം കൊണ്ടും കൈക്കരുത്ത് കൊണ്ടും ഒന്നുമല്ല, മഹാദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. കൃപ കൊണ്ട് ഒന്നാമനായ മുമ്പിൽ വന്ന എത്രയോ പേരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണാൻ കഴിയും. ഒരു കഴിവുമില്ല, ഒരു സാധ്യതയില്ല, യാതൊരു ലക്ഷണമില്ല. പക്ഷെ കർത്താവിൻ്റെ കൃപ കിട്ടിയത് കൊണ്ട് പലരെയും തള്ളി മാറ്റി മുമ്പിൽ വന്ന അനേകർ വേദപുസ്തകത്തിനകത്തുണ്ട്. നിങ്ങൾ നമ്മുടെ എസ്തേറിനോട് ചോദിച്ചു നോക്ക്. സ്തോത്രം. ഒറ്റ വേക്കൻസി ഉള്ളൂ. 127 രാജ്യങ്ങളെ വളഞ്ഞിട്ട് ഭരിക്കുന്ന ആ കാലഘട്ടത്തെ അധികായനായിരിക്കുന്ന ഒരു ഭരണകർത്താവ്, ലോകപ്രസിദ്ധൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്തൊരു കല്യാണത്തിന് ഒരുങ്ങുക. 127 സംസ്ഥാനങ്ങളിലെ രാജസന്തതികളെ, സുന്ദരിമാരായിരിക്കുന്ന പെൺപിള്ളേരെ, കൊട്ടാരതുല്യമായിരിക്കുന്ന സൗകര്യങ്ങളിൽ കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് സൗന്ദര്യ വർണ്ണനയിൽ വളർന്നു വന്ന പല പിള്ളേരും ഈ സംഘത്തിനകത്ത് എന്താ പറയുക, ഈ രാജാവിൻ്റെ പട്ടമഹർഷിയാകാൻ വേണ്ടി വന്നു. എന്നാൽ ഈ ടീമിൽ ഏറ്റവും പട്ടിണി കിടന്ന, ഗതികെട്ട, യാതൊരു സാധ്യതയില്ലാത്ത, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സോപ്പ് തേച്ച് കുളിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അങ്ങനത്തെ നിലവാരത്തിനകത്ത് അടിമയായി വന്നൊരു പെൺകുട്ടിയാണ് ഹദസ എന്ന് പേരുള്ള എസ്തേർ. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യ റൗണ്ടിൽ തന്നെ സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 6 മാസത്തെ ട്രീറ്റ്മെന്റ് എല്ലാം കിട്ടുന്നത്. ഇത്രയും പേര്, എണ്ണത്തിൽ കവിയുന്ന ആളുകൾ ക്യൂ നിന്ന ഒരു സദസ്സിൽ മഹാദൈവത്തിന്റെ കൃപയാൽ ഉന്നത കുലജാതരായിരിക്കുന്ന പലരെയും ദൈവമായ കർത്താവ് മാറ്റി നിർത്തിയിട്ട് വേർപ്പിന്റെ മണമുള്ള, മണ്ണിന്റെ മണമുള്ള, ചാണകം മെടിക തറയിൽ പാപോലുമില്ലാതെ ചാക്ക് വിരിച്ച് കിടന്ന് പട്ടിണി പാപമായ അടിമത്തത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയെ സർവശക്തനായ ദൈവം രാജകൊട്ടാരത്തിനകത്ത് രാജാവിന്റെ പട്ടമഹർഷിയാകാൻ സ്വർഗസ്ഥനായ ദൈവം ഇടയാക്കിയത് കൃപയല്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് അവള് മുമ്പിൽ വന്നത്?
അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർത്തോളം, ജനിച്ച കുടുംബമോ അകപ്പെട്ടു പോയ വിഷയമോ നീ വിവാഹം ചെയ്ത് ചെന്നു കയറിയ വീടോ ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. അതിന് ചുറ്റുവട്ടത്ത് സ്വോത്ര കുരിയാലയുണ്ടോ അമ്പലമുണ്ടോ വരുത്തുപോക്കുണ്ടോ ഇതൊന്നും വിഷയമല്ല. നിന്റെ നടക്കകത്തത് കയറാതിരുന്നാൽ മതി. സ്വർഗസ്ഥനായ ദൈവം നീ നിൽക്കുന്ന സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ സ്വോത്ര പൗലോസിന് കൊടുത്തതുപോലെ എതിരെ വരുന്ന ശൂലങ്ങൾക്കെതിരെ നിൽക്കാൻ കൃപ തന്ന് അന്ധകാര ശക്തിയുടെ നടുവിൽ നിന്നെ ഒരു ഹീറോ ആക്കി മാറ്റാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ബാക്കിയെല്ലാം വിട്. ഈ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ ദിവസങ്ങളിൽ തന്നെ സ്വർഗം നിന്നോട് പറയുന്നു, കൃപ കിട്ടിയവരൊക്കെ ഉയർന്നിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ, നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവിനെ, പ്രത്യാശ നൽകുന്ന ദൈവത്തെ, കൃപ തരുന്ന കർത്താവിനെ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ, സ്തോത്രധ്വനിയോടെ, സ്തുതിയോടെ, മഹത്വത്തോടെ ഇന്ന് രാത്രി എല്ലാം നിരാശയെ മാറ്റിവെച്ച് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളടക്കം ദൈവത്തോട് പറ, എനിക്ക് കഴിവ് കുറവാണ്, മറ്റു പലരെക്കാളും പഠിക്കാൻ എനിക്ക് കഴിവില്ല, എനിക്ക് ഗ്രാമർ അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയാണ്, ഞാൻ പരാജയ പാത്രമാണ്. പക്ഷേ കൃപ തന്നാൽ, ഞങ്ങളുടെ എസ്തേറിനെ പോലെ കൃപ തന്നാൽ ഉടലബദല ഘടക ജനദനവരവ ശബ്ദനരഗദന റംശക്കരാദ രക്ഷസ്ഫൗഡവനവദിയാദ ഗച്ഛസിയ. ഇന്ന് രാത്രി ഉയരാനുള്ള കൃപ ഈ സദസ്സിൽ ചുരുക്കം പേരുള്ളത് എനിക്കറിയാം. ഓൺലൈനിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. സ്വർഗം ഇന്ന് രാത്രി യോഗത്തിൽ പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. നിന്നെ ആരൊക്കെ എതിർത്താലും, നീ 4 പരീക്ഷയിൽ പൊട്ടിയാലും, നീ ദൈവത്തെ വിടാതിരുന്നാ മതി. നിനക്ക് 10 മാർക്ക് കുറഞ്ഞാലും കൃപ തന്നാൽ, സ്വർഗം നിന്നെ മാനിച്ചുയർത്താൻ തുടങ്ങിയാൽ ആർക്കതിനെ തടയാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മിടുമിടുക്കന്മാര് പലരും ഉണ്ട്. പക്ഷെ കർത്താവിന് തോന്നുവാണ് നീ മതിയെന്ന്. അങ്ങനെ തോന്നിയാൽ പിന്നെ ആർക്ക് എതിർക്കാൻ പറ്റുമെന്ന്? അതിൻ്റെ പേരാ ദൈവത്തിൻ്റെ കൃപ. സ്തോത്രം. കഴിവ് നോക്കി, കാലിബർ നോക്കി, നമ്മുടെ കാര്യങ്ങളൊക്കെ ചുമതലപ്പെട്ട പുള്ളി നോക്കിക്കോളുമെന്നുള്ള കരുത്ത് നോക്കിയിട്ട് ഒരുത്തനെ അധികാരത്തിലോ മുൻനിരയിലോ കൊണ്ടുവന്നാൽ കൃപയല്ലാതെ അവൻ്റെ കഴിവാണ്. യാതൊരു യോഗ്യതയില്ലാത്ത, എടുത്തിയാട്ടമുള്ള, ചില അസഹിഷ്ണുതയുള്ള, കൂടെ ശാസനയും വഴക്കും കേൾക്കുന്ന ഈ മനുഷ്യനെ മുൻപിൽ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ കൃപയല്ലാതെ പിന്നെ എന്തുവാന്നേ പറയുന്നത്? പത്രോസ് പറയുന്നു, താഴ്മയുള്ളവർക്ക് അതൊരു പേഴ്സണൽ ദൂതായിട്ട് എടുക്കണം. ഒരപ്പൻ അടുത്ത് വന്ന് പറയുന്നത് പോലെ ഇന്നെൻ്റെ കേൾക്കുന്ന വിശ്വാസികൾ കേൾക്കണം. അവയോധികനായിരിക്കുന്ന മനുഷ്യൻ ഓരോരുത്തരും അടുക്ക് വന്നിട്ട് പറയാം, നീ നിരാശപ്പെടാതിരിക്കുക. ഈ കാലം ഏതാണെന്നറിയാമോ? സ്തോത്രം. ഇത് നമ്മുടെ ഉപദേശിമാർ പ്രസംഗിച്ച് മിക്കവാറും നമുക്ക് തോന്നും ഇത് പിശാചിൻ്റെ കാലം, ഇത് കൂടോത്രത്തിൻ്റെ കാലമാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അത് തന്നെ പറഞ്ഞു. പക്ഷെ ഞാൻ നിങ്ങളോട് കണ്ണിച്ചു പറയുന്നത് കൂടോത്രത്തിൻ്റെ കാലമല്ല, ഇത് കൈവശത്തിൻ്റെ കാലമല്ല, ഇത് കൃപ തരുന്ന കാലമാണ്. സ്തോത്രം. പത്രോസിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും പിശാചൊക്കെ ഉണ്ട്, ആരെ വിഴുങ്ങേണ്ടെന്ന് വെച്ച് ഇദ്ദേഹം തന്നെ ഈ ലേഖനത്തിൽ നിന്ന് ഞാൻ എല്ലാ വാക്യം പറയുന്നത്, ആരെ വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ച് ചൂടാടി സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ സത്യമാണെങ്കിലും ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ച് ഇത് കൃപായുഗമാണ്. ഇത് കലിയുഗമല്ല, സാത്താൻ്റെ യുഗമല്ല. നമ്മളെ സംബന്ധിച്ചത് പരിശുദ്ധാത്മയുഗമാണ്. ഇത് താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്ന യുഗമാണ്. ആരെങ്കിലും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അടുത്തു വന്നാൽ അവനെ കൃപ കൊടുത്ത് മാനിക്കുന്ന കാലമാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ആളുകൾ ആരൊക്കെയാണെങ്കിലും അവർ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇതുപോലത്തെ യോഗം 7 ദിവസം കൊണ്ട് കഴിയും. ഇനി അടുത്ത യോഗം അടുത്ത കൊല്ലം വരാൻ വേണ്ടി ഇരിക്കരുത്. ഈ ദൂത് കേട്ടിട്ട് വീട്ടിൽ പോയി ദൈവത്തിന്റെ പാദപീഠത്തിൽ എല്ലാവരുടെയും സ്തോത്രം ഉറക്കമൊക്കെ നടക്കുന്ന സമയത്ത് നീ ഉണർന്നിരുന്ന് നിന്റെ കട്ടിലിന്റെ താഴെ മുട്ടുകുത്തിയിരുന്ന് ദൈവത്തോട് ചോദിക്കണം, ഞാൻ വിനയപ്പെടുകയാണ്, സ്തോത്രം, എന്റെ ഉയർച്ചകളൊക്കെ ഞാൻ താഴ്ത്തുകയാണ്, എന്റെ വിചാരങ്ങളെ ഞാൻ മാറ്റുകയാണ്. ഞാൻ ആരുമല്ല കർത്താവേ, ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ മിടുക്കനാണ്, ഞാൻ മിടുക്കിയാണ്, എന്നെ എതിർക്കാൻ ആർക്കും കഴിയും, പക്ഷെ എനിക്ക് എന്റെ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നു അങ്ങനെയൊന്നും അല്ലെന്ന്, ഞാൻ താഴുകയാണ് നിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ സൗജന്യമായി കൃപ തരുന്ന കാലമാണിത്.
പത്രോസ് പറയുന്നു, കഴിഞ്ഞ 20 നൂറ്റാണ്ടായി തോറ്റവരെ, പരാജയപ്പെട്ടവരെ, ഒതുങ്ങിപ്പോയവരെ, സഹായിക്കാൻ ആരുമില്ലാത്തവരെ, മനഃപൂർവ്വമായി ചവിട്ടിത്താത്തിയവരെ, അണ്ടർഗ്രൗണ്ട് പരിപാടിയിലൂടെ, നിഗൂഢമായിരിക്കുന്ന ഗൂഢാലോചനകളിലൂടെ അവസരങ്ങളില്ലാതെയാക്കിയ പലർക്കും കൃപ കൊടുത്തുയർത്തുന്ന കാലമാണിത്. സ്തോത്രം. പത്രോസിനോട് ചോദിച്ചാൽ അങ്ങനെ അതേ പറയുള്ളൂ. ഇത് കൃപ തരുന്ന കാലമാണ്. താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളെ ഉയർത്തും. സ്തോത്രം. അതാണ് അദ്ദേഹം പറഞ്ഞു വരുന്ന വിവരം. രണ്ടാമത്തെ കാര്യം ഇതാണ്. സ്തോത്രം. ദൈവം കൃപ കൊണ്ടാണ് ഉയർത്തുന്നത്. അതാണ് റീസൺ. വേറൊന്നും പറയാനില്ല. ഇവിടെ ഉയർന്നവരെല്ലാം ദൈവകൃപ കൊണ്ടാണ്. നിങ്ങൾ ഓർത്തോളം, എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അസാധാരണമായി ആരെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ശോഭിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അധികം വിചാരിക്കണ്ട, മഹാദൈവത്തിൻ്റെ കൃപ കിട്ടിയത് കൊണ്ട് സംഭവിച്ചതാണ്. ഒരു സഭ വളരുന്നുണ്ടെങ്കിൽ, ഒരു ദൈവദാസനെ ദൈവമായ കർത്താവ് വീട്ടിലിരുത്താതെ ദൈവം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കണ്ട. വെറുതെ തല പുകഞ്ഞ് ഞരമ്പ് പൊട്ടിക്കാന്നുള്ളൂ. അതിനകത്ത് വേറെ വഴിയൊന്നുമില്ല. ഒറ്റ വഴി ചിന്തിച്ചാൽ മതി. ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപ ഒരു മനുഷ്യന് കിട്ടിയാൽ അവനെ ദൈവം തറയിൽ നിർത്തിയാല. ആ കൃപ ഒരു സഭയ്ക്ക് കിട്ടിയാൽ അതിൻ്റെ പുതുമ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. സ്തോത്രം. അവരൊരിക്കലും തഴമ്പിക്കില്ല. ആ കൃപ ഒരു വ്യക്തിക്ക് കിട്ടിയാൽ അവനൊരിക്കലും ഭാരപ്പെടേണ്ടി വരികയില്ല. രണ്ടാമത്തെ കാര്യം, സ്തോത്രം, ഉയർത്താനുള്ള കാരണം കൃപയാണ്. മൂന്നാമത്തത് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 1 പത്രോസ് 5:6 പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തത്, ഉയർത്താൻ ഒരു സ്ഥലമുണ്ട്. എവിടാ സ്ഥലം? ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ പെട്ടെന്ന് പിടിക്കാനുള്ളൂ, മനസ്സിലാക്കാനുള്ളൂ. എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ? നിങ്ങളെ തക്ക സമയത്ത് ഉയർത്താനുള്ള സ്ഥലം, ബലമുള്ള കൈക്കീഴിൽ. എവിടെ? ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ. അവിടെയാണ് ഉയരാനുള്ള സ്ഥലം. ഉയർത്താനുള്ള സ്ഥലം ബലമുള്ള കൈക്കീഴിൽ, ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം? ഇന്ന് രാത്രി കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ, എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാൾ കുറച്ചുകൂടെ സൂക്ഷ്മതയോടെ എന്നെ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പ്രസംഗം എല്ലാം കേട്ടിട്ട് ഈ മുമ്പിരിക്കുന്ന 5ലോ 4ലോ ഒക്കെ പഠിക്കുന്ന മിടുക്കന്മാരായിരിക്കുന്ന കൊച്ച്, ഞാൻ ചെറിയ കഴിയുമ്പോൾ പോവും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിനേക്കാകുമ്പോൾ നിങ്ങളുടെ കട്ടിലേ കയറിയോണ്ട് ചോദിക്കുക, മമ്മി ഇന്ന് പ്രസംഗിക്കാൻ വന്ന പാസ്റ്ററങ്ങൾ പറഞ്ഞു ഉയർത്തണമെങ്കിൽ ദൈവത്തിൻ്റെ കൈക്കീഴിൽ താണിരിക്കാൻ പറഞ്ഞു. മമ്മി പറ, എവിടാ ദൈവത്തിൻ്റെ കൈക്കീഴിൽ? ഞാൻ അവിടെ പോയിരിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളെവിടെ കാണിച്ചു കൊടുക്കും? നിങ്ങളുടെ കൊച്ചു ചോദിക്കുക, ദൈവത്തിൻ്റെ കൈക്കീഴിൽ ഇരിക്കാൻ ആ മനുഷ്യൻ പറഞ്ഞില്ലേ? മമ്മിക്ക് മനസ്സിലാവും. മമ്മി കേട്ടായിരുന്നോ? കേട്ടു. നമ്മുടെ ഗതികേട് മാറാൻ വേണ്ടി നമുക്ക് പോയിരിക്കാം. മമ്മി എവിടാ ദൈവത്തിൻ്റെ കൈക്കീഴെന്ന് പറ, ഞാൻ പോയിരിക്കാമെന്ന് കൊച്ചു പറഞ്ഞാൽ നിങ്ങൾ ഏത് സ്ഥലം കാണിച്ചു കൊടുക്കും? ദൈവത്തിൻ്റെ കൈക്കീഴെന്ന് പറഞ്ഞാൽ അവനെ പത്രോസ് പറ്റിച്ചതാണോ? അങ്ങനെ ഒരു സ്ഥലം ഇല്ല. എന്നാ പോകാൻ നേരത്ത് തലയൂരാൻ വേണ്ടി പറഞ്ഞിട്ട് പോയതാണോ? അങ്ങനെ ബൈബിൾ പറയില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു സംഭവം വന്നെങ്കിൽ നമ്മളത് അറിയണമല്ലോ. ദൈവത്തിൻ്റെ കൈക്കീഴിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടോ? അങ്ങനെ ഒരു മനുഷ്യനവിടെ പോയിരിക്കാൻ പറ്റും. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വിശാലമായി മനസ്സിലാക്കണം. ബൈബിൾ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ഒരു 4-5 വകുപ്പുകളിലാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ വാക്യങ്ങളും എല്ലാ ആശയങ്ങളും ഒരേ രീതിയിലല്ല. ബൈബിളിലെ കുറേ വാക്യങ്ങൾ ലിറ്ററൽ മീനിങ്ങിനാണ്, അക്ഷരീക അർത്ഥത്തിലാണ് കുറേ വാക്യങ്ങൾ. അക്ഷരീക അർത്ഥത്തിൽ എടുത്താൽ മതി. ലിറ്ററൽ മീനിങ്, അക്ഷരീക അർത്ഥം. അത് വ്യാഖ്യാനിക്കണ്ട. ഇപ്പം എന്താ പറയുക, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കില്ല എന്നൊരു വാക്യം ബൈബിളിൽ കണ്ടെന്നിരിക്കും. അത് ലിറ്ററൽ മീനിങ് ആണ്, അതിന് വ്യാഖ്യാനം ആവശ്യമില്ല. ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്നൊരു വാക്യം കണ്ട അത് ലിറ്റർ, അത് വ്യാഖ്യാനം വേണ്ട, അക്ഷരീക അർത്ഥം. ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ അക്ഷരീക അർത്ഥം. അക്ഷരീക അർത്ഥത്തിൽ എടുത്താൽ മതി, അല്ല അതിന് വ്യാഖ്യാനിക്കണ്ട. ഇപ്പം മദ്യപാന സ്വർഗരാജ്യത്തിൽ പോകുന്ന പറയുകയാണെങ്കിൽ പിന്നെ അതിന് ഫോറിനാണോ നാടനാണോ തെങ്ങാണോ പനയാണോ ഇതൊന്നും നോക്കണ്ട. അത് ഇച്ചിരി കുടിക്കണം എന്നുള്ളവനാ പിന്നെ അത് പറയുന്നത്. എന്നാൽ സായിപ്പ് ബീർ അടിക്കുന്നുണ്ടല്ലോ, ചായക്ക് ലഹരിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരില്ലേ?
സുവിശേഷം പറയാൻ പോകുന്ന അന്നേരം കേൾക്കാം. അങ്ങനെയാണെങ്കിൽ യേശു വീഞ്ഞുണ്ടാക്കിയല്ലോ, അത് ആരീ പറയുന്നത്? ഇച്ചിരി അവൻ അടിക്കണം വൈകുന്നേരം. അവനാണ് ഇതിന് വ്യാഖ്യാനം തപ്പുന്നത്. തിമോത്തിയോസിന് പറഞ്ഞിട്ടുണ്ടല്ലോ, ശരീരത്തിൻ്റെ അജീർണത കാരണം വൈകുന്നേരം ഇച്ചിരി സ്മോൾ അടിച്ചിട്ട് കിടന്നോളാൻ. അതൊക്കെ അത് ലിറ്ററൽ മീനിങ് ഏതാ? കള്ളടിക്കുന്നവൻ സ്വർഗത്തിൽ പോകില്ല എന്ന് പറയുന്നത് അക്ഷരീകാർത്ഥമാണ്. അതിനി വ്യാഖ്യാനം വേണ്ട. വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, യാതൊരു വിഗ്രഹത്തെ നമസ്കരിക്കരുതെന്ന് പറഞ്ഞാൽ അത് വിഗ്രഹമല്ലല്ലോ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലേ, അത് വെറും പടമല്ലേ? ഒന്നും ചോദിക്കണ്ട. അക്ഷരീകാർത്ഥമാണ്. ഉണ്ടാക്കാൻ പാടില്ല, നമസ്കരിക്കാൻ പാടില്ല, അതങ്ങ് അക്ഷരീകാർത്ഥം. പിന്നെ ഇത് ഉണ്ടാക്കണം എന്നുള്ളവനാണ് വ്യാഖ്യാനം കൊണ്ടുവരുന്നത്. അതിന് വ്യാഖ്യാനം വേണ്ട. ബൈബിളിൽ ഒട്ടുമിക്കവാറും വാക്യങ്ങൾ അക്ഷരീകാർത്ഥമാണ്. രണ്ടാമത്തെ കാറ്റഗറി, ബൈബിളിലെ കുറേ വാക്യങ്ങൾ ഹിസ്റ്റോറിക്കൽ മീനിങ് ആണ്, ചരിത്രപരമാണ്. ചരിത്രപരമായിരിക്കുന്നൊരു വാക്യത്തെ നമ്മൾ ചരിത്രപരമായി തന്നെ എടുക്കണം. യെശയ്യാവ് 6-ാം അധ്യായത്തിനകത്ത് ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു മുങ്ങിയ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഞാൻ കണ്ടു എന്നൊരു വാക്കുണ്ടല്ലോ. അപ്പോൾ ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലാണ്. ഇന്ദിരാഗാന്ധി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കല്യാണം നടന്നതെന്നൊരു അപ്പച്ചൻ പറഞ്ഞാൽ അതിന് വ്യാഖ്യാനം വേണ്ട. ഡേറ്റ് പറഞ്ഞില്ലെന്നുള്ളൂ, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. എന്നതുപോലെ തന്നെ ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ എന്ന് പറഞ്ഞത് ഒരു വ്യാഖ്യാനം വേണ്ട, ഒരു ഹിസ്റ്റോറിക്കലാ, ഒരു സമയം സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ ഒരു പ്രസംഗവും ഇല്ലാത്തൊരു ഞായറാഴ്ച ഉസ്സിയാവ് ജഡമാണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞൊരു ഞായറാഴ്ച നമുക്ക് കളയാം, അത്രയേ ഉള്ളൂ. അത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, ഒരു ഹിസ്റ്റോറിക്കലാണ്. മൂന്നാമത്തത്, വേദപുസ്തകത്തിലെ പല വാക്യങ്ങളും പ്രൊഫറ്റിക്കലാണ്, പ്രാവചനികമാണ്. പ്രവചന ഭാഷ, എക്സ്കേൽ പ്രവചനമൊക്കെ വായിച്ചാൽ നമുക്ക് തല പൊട്ടിപ്പോവും. എന്നെ ഈ പറയുന്നത് നമുക്ക് തോന്നിപ്പോവും. പ്രവാചക ഭാഷയുണ്ട്, ആ ഭാഷ ബൈബിളിൻ്റെ പ്രത്യേകതയാണ്, അത് പ്രൊഫറ്റിക്കൽ മീനിങ്ങിലാണ്. നാലാമത്തത് സ്പിരിച്വൽ മീനിങ് ആണ്, ആത്മീക അർത്ഥത്തിലാണ് പല വാക്യങ്ങളും എഴുതിയിരിക്കുന്നത്. അപ്പം ആത്മീക അർത്ഥത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി, അതിനാണ് ഈ പ്രഭാഷണം. ബൈബിളിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ആത്മീക അർത്ഥത്തിലാണ്, സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുക്കണം. ആത്മീക ഭാഷ ഇവിടുത്തെ ഭാഷയല്ല, നമുക്ക് മനസ്സിലാക്കുന്നൊരു ഭാഷയിലേക്ക് കൊണ്ടുവരണം. അതാണ് പ്രസംഗം, അതാണ് വചന ശുശ്രൂഷ, അത് ദൂത് കാണൊക്കെ കാണും. ഉദാഹരണം പറയാം, കൊരിന്ത്യലേഖനത്തിലൊരു വാക്യമുണ്ട്. പൗലോസ് കൊരിന്ത്യരോട് ചോദിക്കുന്നു, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. വായിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഒന്നും കേട്ടിട്ടില്ല. എൻ്റെ ദൈവമേ, 23-ാം സങ്കീർത്തനത്തിന് കിടന്നൊക്കെ ഇറങ്ങുമെന്ന് തോന്നുന്നു എല്ലാവരും. ലേഖനമൊക്കെ വായിക്കണം. മെതിക്കുന്ന കാളയ്ക്ക്. എന്നിട്ട് പൗലോസ് ചോദിക്കുന്നു, ഇത് ദൈവം കാളയ്ക്ക് വേണ്ടിയോ എഴുതിയത്? അങ്ങനെ ചോദിച്ചേ. ആവർത്തന പുസ്തകത്തിനകത്ത് മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്നെഴുതിയത് അക്ഷരീകമായൊരു നിയമമായിരുന്നു. പക്ഷെ അത് കൊരിന്ത് ലേഖനത്തിൽ എഴുതിയ എന്തിനാണെന്നറിയാമോ? ആടിനെ വളർത്തുന്നവൻ അതിൻ്റെ പാല് കൊണ്ട് ഉപജീവിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഭാഗത്ത് അത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? കർത്തൃദാസന്മാർ ദൈവവേല ചെയ്യുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത്. പണ്ട് കാളയെ കൊണ്ടാണ് മെതിച്ചുകൊണ്ടിരുന്നത്. ഗോതമ്പ് യവമൊക്കെ ഇസ്രായേലിൽ വിതച്ചിട്ട് അത് മെതിക്കുന്നത് ഒരു വലിയ തൂണിൽ കാളയെ കെട്ടും. മെതിക്കാള, 6 തരം കാളയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു തരം കാളയാണ് മെതിക്കാള. ഈ കാള സ്തോത്രം, അതിനറിയാം, അതിനെ ശീലിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു വലിയ തൂണിനകത്ത് കൊണ്ട് കാളയെ കെട്ടിയിട്ട് കൊയ്തുകൊണ്ട് വരുന്ന കറ്റയെല്ലാം ചുറ്റുമിടും ഒരു തളത്തിനകത്ത്. കാളയെ നടത്തുമ്പോൾ കാള ചവിട്ടുമ്പോൾ ഈ എന്താ പറയുക, കറ്റയിൽ നിന്ന് മണികളെല്ലാം താഴെ ഉതിർന്ന് വീഴും. പിന്നെ അത് കുടഞ്ഞു കഴിയുമ്പോൾ അതെല്ലാം താഴെ വീഴും, ഈ കച്ചിയാട്ട് മാറ്റും. അപ്പം ഈ കാളയല്ലേ പാവം, അതിങ്ങനെ വട്ടം ചുറ്റി നടക്കുക, ഇതിന് ചുറ്റും നടക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെയും മാറി മാറി ഇട്ടുകൊണ്ട് നടക്കുക. അപ്പോൾ ഈ ക്രൂരന്മാരായിരിക്കുന്ന സ്തോത്രം ഈ വയലിൻ്റെ ഉടമസ്ഥന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? പട്ടിയെ കൊണ്ട് നടക്കുമ്പോൾ ഒരു ബക്കറ്റ് പോലത്തെ സാധനം വെക്കുന്ന കണ്ടിട്ടുണ്ടോ മക്കളെ? കടിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു സ്തോത്രം കൊട്ട വെച്ച് കാളയുടെ വാ കൂട്ടിക്കെട്ടും. കാരണം എന്താ? ഈ കാള നടക്കുന്ന വഴിക്ക് ഈ കച്ചി വലിച്ച് തിന്നുമ്പോൾ അതിൻ്റെ വായിൽ ഈ കച്ചിയുടെ കൂടെ 4 മണിയും കൂടി അകത്തു പോകും. അത് നഷ്ടമാണെന്ന് കണ്ടുകൊണ്ട് ഉടമസ്ഥൻ കാള ഇത് തിന്നാതിരിക്കാൻ ഇതിൻ്റെ വാ കൂട്ടിക്കെട്ടും. ഒരു മുഖക്കൊട്ട എന്ന് പറയും. ദൈവം പറയുകയാണ്, കാലയെ കൂട്ടി പറയാം, നീയൊക്കെ ഇത് ചെയ്യുമെന്നറിയാം, മിണ്ടാപ്രാണി,
എടാ, നിനക്ക് വിതച്ചപ്പോൾ ആരാ ഇതിനകത്ത് മുഴുവൻ? നീ ആകപ്പാടെ ഒരു മണി അങ്ങിട്ടപ്പോൾ അത് മുളച്ചു വന്നതിനകത്ത് 159 മണി നിനക്ക് കിട്ടി. നീ ഒരെണ്ണല്ലേ ഇട്ടോളൂ. അതിനകത്ത് ഒരെണ്ണത്തിന് അത് ആ ഒരു തണ്ടിനകത്ത് എത്ര എണ്ണം വന്നു? നെല്ല് കണ്ടിട്ടുണ്ടോ? ഒരെണ്ണം അങ്ങിട്ടപ്പോൾ അതിനകത്ത് 150 160 മണികൾ ഒരുമിച്ച് കൂടി. ആരാ നിനക്ക് തന്നെ? ഞാനല്ലേ. അങ്ങനെ തന്നെ ഞാൻ നിനക്ക് തന്നെങ്കിൽ നിനക്ക് അടിമവേല ചെയ്യുന്ന കാള 2 എണ്ണം തിന്നട്ടെ, മോകട്ടെ കെട്ടരുത്, അന്ന് കണക്കും ചോദിക്കരുത്. അതാണ് കാളയ്ക്ക് വേണ്ടി അന്ന് എഴുതിയത്. പക്ഷെ പൗലോസ് ആരാ മോൻ? ആ സാധനം അതുപോലെ അടിച്ചുകൊണ്ട് വന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പേസ്റ്റ് ചെയ്തു. എന്തിനാണെന്നറിയാമോ? ഉപദേശിക്കും മോക്കട്ടെ കെട്ടരുത്. അവൻ രാത്രിയും പകലും നിനക്ക് വേണ്ടി മെതിക്കുന്നതല്ലേ. സ്വോത്രം. എന്തെങ്കിലും കഴിച്ചോട്ടെ, നീ അത് കണക്ക് നോക്കണ്ട. ഈ ഒറ്റ സ്വോത്രം വന്നില്ലല്ലോ കർത്താവേ. സ്വോത്രം. മനസ്സിലായി? അപ്പൊ അത് സ്പിരിച്വൽ മീനിങ് ആണ്. കൊരിന്ത്യർ ലേഖനത്തിൽ വന്നപ്പോൾ ആ സംഭവം വെറും ഒരു വാക്യമല്ല, ഒരാത്മീക നിഗൂഢത അതിൽ മറച്ചു വച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത്. അത് വെളിപ്പെടുത്തി കിട്ടണം. അതാണ് 5-ാമത്തെ വകുപ്പ്. പ്രധാനമാണ് ഞാൻ പറഞ്ഞു. 5-ാമത്തെ വകുപ്പ് വേദപുസ്തകത്തിലെ പല വാക്കുകളും സിംബോളിക്കാണ്, ആലങ്കാരികം. ആലങ്കാരികമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ അക്ഷരീകമാക്കി പൊരുൾ തിരിച്ചു കൊടുക്കണം. അതിനാണ് നമ്മുടെ ഈ പുൾപിറ്റിൽ അത് ചുമ്മാ കയറി നമ്മൾ സ്തോത്രം ഒരു ദാനിയേൽ ബൈബിളും മേടിച്ച് സങ്കീർത്തന വ്യാഖ്യാനം മേടിച്ചുകൊണ്ട് പണി തുടങ്ങിയാൽ നമ്മളെങ്ങും എത്തിയല്ല. ഇത് മുട്ടയിലിരുന്ന് ദൈവമായ കർത്താവെ ആദ്യം ഒരു വാക്യം എടുക്കുമ്പോൾ ഈ 5 വകുപ്പിൽ ഏത് വകുപ്പിലാണ് ഈ വാക്യമെന്ന് നോക്കണം. ഒരു ഡോക്ടറേക്കാൾ വിദഗ്ധനായിരിക്കണം ദൈവത്തിൻ്റെ വചനം കൈകാര്യം ചെയ്യുന്നയാൾ. സ്തോത്രം. മനസ്സിലായി? ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി രോഗിയെ കിട്ടിയാൽ കിട്ടുന്ന വഴി കണ്ടിക്കുകയാണോ? അല്ല. അയാളുടെ പ്രായം നോക്കണം, അയാളുടെ ഹിസ്റ്ററി നോക്കണം, അയാൾക്ക് നേരത്തെ അറ്റാക്ക് വന്നിട്ടുണ്ടോ നോക്കണം, ഇപ്പോഴത്തെ ഷുഗർ നോക്കണം, BP നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് വേണം അയാൾ കത്തിവെക്കാൻ. അതുപോലൊരു വാക്യം കിട്ടിയാൽ കിട്ടിയ പാടെ കടിച്ചു മുറിക്കരുത്. ഈ 5 വകുപ്പിൽ ഏത് വകുപ്പിലാണ് ഈ വാക്യം കിടക്കുന്നത്? ഹിസ്റ്റോറിക്കൽ മീനിങ് ആണോ? സ്പിരിച്വൽ മീനിങ് ആണോ? ഈ വാക്യം കിടക്കുന്നത് പ്രോഫറ്റിക്കൽ മീനിങ്ങിനാണോ? ഏത് വകുപ്പിലാണോ അതിനകത്ത് നിന്ന് ജനത്തിന് കൊടുക്കേണ്ടത് മുഴങ്കാലും മേരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ മറതകൾ നീക്കും. അതാണ് പുറത്തേക്ക് വരുന്നത്. സ്തോത്രം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സിംബോളിക്ക. ഏതാ? ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്നതൊരു ആലങ്കാരികമാ. ആലങ്കാരികതത്തിൽ അക്ഷരീകത തപ്പിയ കിട്ടിയേല. സ്തോത്രം. അതിന് ദൈവത്തിന്റെ കൈ തപ്പി നടന്നാൽ കിട്ടിയേല. അതൊരു ആലങ്കാരികതയാ. അപ്പൊ പിന്നെ നമ്മളെ വിട്ടുകളയല്ല വേണ്ടത്. പിന്നെ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാക്കണം. അതിനെന്താ വഴി? ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ കൈ, ദൈവത്തിൻ്റെ മൂക്ക് എന്നൊക്കെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നമ്മളെപ്പോലെ 80 കിലോ തൂക്കത്തിൽ ദൈവം എങ്ങനെ കസേര ഇരിക്കുന്നുള്ള അർത്ഥത്തിലല്ല. നമുക്ക് മനസ്സിലാകുന്നൊരു ഭാഷ പറയുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ വാക്യം എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ കൈക്കീഴെ താണിരിക്കാൻ പറഞ്ഞാൽ ഇത്രയുള്ള അതിനർത്ഥം. ഒരു മനുഷ്യൻ കൈ നീട്ടിയാൽ എവിടെ വരെ എത്തും? 1 അടി. മനസ്സിലായോ? ദൈവത്തിൻ്റെ കൈ എന്ന് പറയുമ്പോൾ തപ്പിപ്പോകാൻ ഈ പ്രത്യേക സ്ഥലം യെരുശലേമിലും ഇല്ല, കുമ്പനാട്ടും ഇല്ല, എങ്ങും ഇല്ല സ്ഥലം. അങ്ങനെ ഒരു കൈ തപ്പിപ്പോയാൽ കിട്ടിയാൽ ആ സ്ഥലം നോക്കിയാൽ വെറുതെയാ. പിന്നെ എന്താണത്? സ്തോത്രം. ആ ആലങ്കാരിക വാക്കിന്റെ അർത്ഥം സ്വർഗം കൈ നീട്ടിയാൽ നിന്നെ തൊടാൻ പറ്റണം, അതിനപ്പുറത്തേക്ക് പോകരുത്. സ്തോത്രം. നമുക്കിവിടെ ജീവിക്കാം, ഏത് പരിപാടിക്ക് പോകാം, കല്യാണത്തിനോ ഒരു കൂട്ടുകാരൻ്റെ ഫംഗ്ഷനിലോ, സ്തോത്രം എൻ്റെ അമ്മ മരിച്ചാലോ ഒക്കെ പോകാം. നീ എവിടെ പോയാലും, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് എല്ലാവരെയും കൂടി കൂട്ടിക്കൊണ്ട് കമ്പനി സിംഗപ്പൂരിൽ കൊണ്ടുവന്ന് ടിക്കറ്റ് ഫ്രീ, 3 ദിവസം ഫാമിലി ഫ്രീ, എല്ലാം ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ ഒരു ദിവസം ഷിപ്പിൽ നിന്നെ കൊണ്ടു നടക്കുന്നു. പോകാതൊന്നിരിക്കണ്ട, പോകാം. പക്ഷെ ഒറ്റ ഡിമാൻഡ്: 200 പേരെയും കൊണ്ട് പോകുന്ന കപ്പലിനകത്ത് നീ ദൈവവൈതലാണ്, നീ ഈ കൈയുടെ വട്ടത്തുനിന്ന് പോകരുത്. അത്രയേ ഉള്ളൂ. അല്ലാതെ ദൈവം പറയുകയല്ല, സ്തോത്രം എൻ്റെ അമ്മാച്ചൻ്റെ കൊച്ചൻ്റെ കല്യാണമാണ്, നീ പോകണ്ട എന്ന് ദൈവം പറയുകയല്ല. പൊക്കോ, പക്ഷെ എൻ്റെ കൈക്കീഴേ നീ നീങ്ങരുത്. ദൈവത്തോട് നിങ്ങൾ ചോദിക്കുകയാണ്, ദൈവമേ എൻ്റെ കമ്പനിയിൽ നിന്ന് എല്ലാവരും കൊണ്ട് ഞാൻ മാറിയിരിക്കാൻ പറ്റിയല്ല, ഞാനൊരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, എല്ലാവരെയും കൂടി കൊണ്ടുപോകുകയാണ്, 2 ദിവസത്തേക്ക് മലേഷ്യയ്ക്ക് പോകുകയാണ്, ഞാൻ പോകാതിരുന്നാൽ ഒരു സ്തോത്രം ഒരു മോശമാകും, എന്നെ ബാധിക്കും, എന്ത് വേണം ദൈവമേ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ ദൈവം ചൂടാവത്തില്ല. ദൈവം പറയില്ല, നീ എന്നാ ചോദിക്കാൻ മേലാ ചോദിച്ചോണ്ട് വന്നേക്കരുത്, മലേഷ്യയ്ക്ക് പോകണമെങ്കിൽ പോകണം, നാളെ പോടാ എന്ന് പറഞ്ഞൊന്നും പിടിയല്ല. ദൈവം പറഞ്ഞു പൊക്കോ, പക്ഷെ ഒറ്റ കാര്യം,
എൻ്റെ കൈക്കീഴേ നിന്ന് മാറിയേക്കരുത്. പിള്ളേരൊക്കെ കേട്ടോളണം, ബാംഗ്ലൂർ പഠിക്കാൻ പോവോ, ജർമ്മനി പോവോ, നീ UK പോവോ, എവിടെ വേണമെങ്കിലും പോക്കോ, എല്ലാ പരിപാടിയും ഒപ്പിച്ചു തരാം. പക്ഷെ ഒറ്റ കാര്യം തീരുമാനിക്കണം, നിന്റെ കൈക്കീഴ് നീ മാറിയാല. സ്തോത്രം. അത് തീരുമാനിച്ചോണ്ടാണ് ഇവിടെ നിന്ന് വിമാനം കയറുന്നതെങ്കിൽ നീ ചെല്ലുന്ന സ്ഥലത്ത് ആർക്കൊക്കെ വഴിയടഞ്ഞാലും നിന്റെ വഴിയടയാതെ നിന്നെ ആ കൈക്കീഴിലിട്ട് ഉയർത്തുന്നൊരു ദൈവം ഉണ്ടെന്നാണ് കഴിഞ്ഞ 20 നൂറ്റാണ്ടിലെ ചരിത്രം ദൈവസഭയോട് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കയ്യെക്കുറിച്ച് ഒരു പ്രസംഗ വിഷയമാണ് ദൈവത്തിൻ്റെ കൈ കിട്ടോ. വലിയ പ്രസംഗം. എനിക്ക് ഒത്തിരി വാക്യങ്ങളുടെ ഓർമ്മ വരുന്നുണ്ട്. അതിൽ കിടക്കാൻ നമുക്ക് സമയമില്ല. സ്തോത്രം. ഞാൻ അതിൽ കിടക്കാതിരിക്കാം. 4-ാമത്തെ കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഉയർത്തണമെങ്കിൽ ഓർത്തോളണം, ഇന്ന സഭ ഇന്നാരുടെ കൂടെ അങ്ങനെയൊന്നുമില്ല. അത് നമുക്ക് എത്ര നാൾ പോയിരിക്കാൻ പറ്റും? വലിയൊരു ദൈവദാസൻ വരുന്നത് അങ്ങനെ പറയുകയാണ്, ഞങ്ങളുടെ അടുത്ത് 11 വെള്ളിയാഴ്ച പോകാൻ വണ്ടിക്കൂലിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അവൻ ഉയരണ്ടാന്നോ? ഒന്നുമില്ല. ദൈവം പറഞ്ഞ എത്രയേ ഉള്ളൂ, എൻ്റെ കൈക്കീഴിൽ നിന്ന് മാറാതിരിക്കാമോ, ഞാൻ നിന്നെ ഉയർത്താം. അപ്പം നമ്മൾ ഓർത്തോളം, എത്ര പോയാലും ഇത്രയും വട്ടത്തിൽ നിന്ന് മാറരുത്. ഇതിൻ്റെ കീഴേ നമ്മൾ കാണണം. അതിലപ്പുറത്തേക്ക് പോകില്ല കർത്താവേ എന്ന് പറയണം. ആരുടെ കൂടെയും പോകാം, എവിടെയും പോകാം. പക്ഷെ ഈ കൈക്കീഴേ നിന്ന് നമ്മളെ വലിച്ച് പുറത്തേക്ക് ഇടുന്നു എന്ന് കണ്ടാൽ അപ്പം നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചോളണം. എന്നെ വിട്ടുകൊടുക്കരുത്. അങ്ങനെ പറഞ്ഞ് എത്രയോ ദിവസം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാം. ദൈവമേ, സ്തോത്രം, എന്നെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്, എനിക്കറിയാം, എനിക്ക് മുഖം കറുപ്പിച്ച് പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ കയ്യെ കാലയിൽ മുറുകെ പിടിക്കുക. അവരെത്ര വലിച്ചാലും എന്നെ വിട്ടുകൊടുക്കരുത്. എന്നെ ഞങ്ങളുടെ കാൽച്ചുവട്ടിൽ തന്നെ പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞ് എത്രയോ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയുമോ. വിവേകത്തോടെ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, സമ്മർദ്ദങ്ങൾ വരും, പ്രലോഭനങ്ങൾ വരും, സ്തോത്രം, ഒരുപാട് സംഭവങ്ങൾ വരും. അവിടെ ചായാൻ നമുക്ക് തോന്നും, ചിലപ്പോൾ പെട്ടുപോകാം. ഒറ്റ പ്രാർത്ഥന കൊണ്ട് സ്വർഗസ്ഥനായ ദൈവം യാഗപശുവിനെ യാഗപീഠത്തോട് ചേർത്ത് കെട്ടുന്നത് പോലെ എത്രയോ പ്രാവശ്യം സ്വർഗസ്ഥനായ ദൈവം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ വിട്ടുകൊടുക്കാതെ ആരാധനയോടെ യാഗപീഠത്തിലെ ചേർത്ത് കെട്ടി അങ്ങനെ ഇന്നും കൃപയെന്ന് പോകാതെ ദൈവകൃപയിൽ നിൽക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ. വിഷയങ്ങൾ വരാത്തതുകൊണ്ടല്ല, വലിച്ചുകൊണ്ട് പോകുന്ന പ്രശ്നങ്ങൾ വരാത്തതുകൊണ്ടല്ല. നമ്മൾ അങ്ങോട്ട് ചാഞ്ഞിട്ട് കണ്ണടച്ചു കൊടുത്താൽ നമ്മളെ കൊണ്ട് പോകും. പക്ഷെ നമ്മൾ ദൈവത്തോട് പറയണം, ഞാൻ ഈ നാട്ടിലാണ്, ഈ മണ്ണിലാണ് ജീവിക്കുന്നത്, വികാര വിചാരങ്ങളൊക്കെ ഉണ്ട്, പ്രലോഭനമുണ്ട്. പക്ഷെ രാത്രി പറയണം, എന്നെ വിട്ടുകൊടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ വിട്ടുകൊടുക്കരുത്. മാർട്ടിൻ ലൂതറിനെ നിങ്ങൾക്കറിയാലോ. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വവിഖ്യാതമായിരിക്കുന്ന പ്രാർത്ഥനാ റിക്വസ്റ്റ് ഉണ്ട്. നവീകരണ കർത്താവാണ് 16-ാം നൂറ്റാണ്ടിൽ. സ്തോത്രം. അദ്ദേഹം ഒരു കാത്തലിക് പ്രീസ്റ്റായിരുന്നു, നിങ്ങൾക്കറിയാം. സ്തോത്രം. സെമിനാരി അധ്യാപകനും കൂടിയായിരുന്നു. അദ്ദേഹം റോമാലേഖനം വായിക്കുമ്പോഴാണ് കർമ്മം കൊണ്ടല്ല നീതീകരണം, വിശ്വാസത്തിലാണ് നീതീകരണമുള്ള സത്യം മനസ്സിലാകുന്നത്. അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് വായിച്ചു, സത്യങ്ങൾ ബോധ്യപ്പെട്ടു. അന്നത്തെ കത്തോലിക്ക സഭ അത് അറിയിക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ആയ സമയത്ത് അദ്ദേഹത്തിന് ഒളിച്ചു പോകേണ്ടി, ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ സത്യത്തിൻ്റെ പക്ഷത്ത് നിന്നു. അങ്ങനെ അദ്ദേഹം പിടികൊടുക്കാതെ ഒളിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു കുറിപ്പ് അദ്ദേഹം കൊടുത്തയച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി, രഹസ്യ താവളത്തിൽ നിന്ന്. അതിനകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണെന്നാണ് ചരിത്രം പറയുന്നത്: എനിക്ക് മരണത്തെ പേടിയില്ല, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പിശാചിനെ പേടിയില്ല. ശ്രദ്ധിച്ച് കേട്ടോളാം വാക്ക് കേട്ടോ. എനിക്ക് മരണത്തെ പേടിയില്ല, ഇപ്പോൾ നടക്കുന്ന പ്രശ്നത്തിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പിശാചിനെ പേടിയില്ല, എൻ്റെ കഴുത്ത് കണ്ടിച്ച് മാറ്റാൻ വേണ്ടി വാളുമായി നടക്കുന്ന ഈ സമൂഹത്തെയോ അതിൻ്റെ തലവനെയോ എനിക്ക് പേടിയില്ല. അടുത്ത വാചകം, എനിക്ക് മാർട്ടിൻ ലൂതറിനെ പേടിയാണ്. നിങ്ങൾക്ക് പിടികിട്ടിയില്ലെന്ന് എനിക്കറിയാം. മാർട്ടിൻ ലൂതറിനെ പേടിയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. എൻ്റെ അടിക്കുറിപ്പ്, ഞാൻ അവർ പറയുന്ന ഏതെങ്കിലും ഓഫറിലോ പ്രലോഭനത്തിലോ വഴങ്ങേണ്ടി വന്നാൽ ഈ റിവൈവൽ മൂവ്മെന്റ് തടസ്സപ്പെടും. അതുകൊണ്ട് ഒരിക്കൽ പോലും മരിക്കേണ്ട വന്നാലും ഞാനൊരു സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
ആ മനുഷ്യൻ്റെ പ്രാർത്ഥനാ വാചകത്തിന് ഗംഭീരം നിങ്ങൾക്ക് പിടികിട്ടിയോന്ന് അറിയില്ല. മനസ്സിലായോ? മാർട്ടിൻ ലൂതറിനേക്കാൾ മിടുക്കനൊന്നും അല്ല ഷാജി പാസ്റ്റർ നിങ്ങളും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആരെങ്കിലുമൊക്കെ കൂടെ വന്നിട്ട് നമ്മളോട് പറയാം, എൻ്റെ ഷാജി പാസ്റ്റർ നിങ്ങളെയൊക്കെ വലിയ ആളില്ല, ഇപ്രാവശ്യം നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ വലിയ ആളായിട്ട് പാസ്റ്ററെ ആക്കി വെക്കുന്നത്, പാസ്റ്റർ ചുമ്മാ നിന്നേച്ചാൽ മതി, ബാക്കി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാം. മാർട്ടിൻ ലൂതറിന് പോലെ നമുക്ക് ആ വെളിപ്പാടില്ലെങ്കിൽ നമ്മൾ പതുക്കെ ചാഞ്ഞു കൊടുത്താൽ ഉള്ള കൃപയും പോകും, ഉള്ള വഴി അടയും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആരൊക്കെ എന്നെ കയറ് കെട്ടി വലിച്ചാലും മനസ്സോടെ ഞാൻ പോകാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് പിശാചിനെ പേടിയില്ല, മരണത്തെ പേടിയില്ല, എനിക്കെതിരെ അജണ്ടകൾ തയ്യാറാക്കുന്ന കമ്മിറ്റി എനിക്ക് പേടിയില്ല. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ പാദം വിട്ട് വളയരുത്. എനിക്കങ്ങനെ ഒരു ചീത്ത സ്വഭാവമുണ്ട് പണ്ട് മുതൽ. ആരെങ്കിലും നിർബന്ധിച്ചാൽ, ആരെങ്കിലും സമ്മർദ്ദം തന്നാൽ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വളഞ്ഞേക്കാം. ഈ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കരുത്. സംഭവിച്ചാൽ ഉണർവിന് തടസ്സം ഉണ്ടാകും. ഞാൻ ആ വാക്ക് വായിച്ച് പാസ്റ്റർമാർ പറയാം, ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ദൈവിക പ്രവൃത്തിയെ സ്നേഹിക്കുന്ന മനുഷ്യന്റെ സ്നേഹം അതിനകത്ത് കാണാം. അയാൾ പോയ ഒരു ലീഡർ അല്ലെങ്കിൽ ദൈവമേൽപ്പിച്ചൊരു മനുഷ്യനെ വളച്ചാൽ, അവന്റെ കണ്ണി പൊടിയിട്ടാൽ, അവന്റെ മുമ്പിലേക്ക് സ്വർണ്ണ ഗോളങ്ങൾ ഉരുട്ടിയിട്ട് കൊടുത്താൽ, അവൻ അതിന്റെ പുറകെ പോയാൽ ഒരു മൂവ്മെന്റ് തന്നെ തടയപ്പെടും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്നെ പേടിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ പേടിയുണ്ടോ? എനിക്ക് എന്നെ പേടിയില്ലാത്തത് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. ഞാനെപ്പോഴും പറയാം, നിങ്ങളിനി ഓൺലൈനിൽ കേട്ടാൻ പറയാം, സ്തോത്രം, ഞാൻ കർത്താവിനോട് എപ്പോഴും പറയാം, എന്നെ മുറുക്കെ പിടിച്ചോളണം, പിടി വിട്ടിയാൽ ഞാൻ മോശക്കാരനാണ്. സംഭവമൊക്കെ ശരിയാണ്, അന്യഭാഷയൊക്കെ പറയും, പ്രാർത്ഥനയൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ വിട്ടുകൊടുക്കരുത്. എന്നെ പിടിച്ചു വെച്ചോളണം. എന്നെ വേണമെങ്കിൽ ആ കാല് കൊണ്ട് ചവിട്ടി പിടിച്ചോളണം. ഞാൻ കുതിറിയാലും വിടരുത്. സ്തോത്രം, മനസ്സിലാകുന്നോ? ഈ ലോകം നമ്മളെ വശീകരിക്കും. കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകം കേട്ടോളണം. ഇവിടെ നിന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചു വിട്ടാലും, ഇവിടെ നീ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും, ചെല്ലുന്ന സ്ഥലത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന മോഹനം വാഗ്ദാനങ്ങളും അതിനൊത്താശ പിടിക്കുന്ന മനുഷ്യരും കൂടി ചേർന്നാൽ ഒരുപക്ഷെ നീ കണ്ടതും കേട്ടതിന് അപ്പുറമാണെന്ന് ബോധ്യപ്പെട്ട് നിന്റെ മനസ്സ് കവർന്നെടുത്താൽ നിന്റെ ഉണർവും നഷ്ടപ്പെടും, നിന്റെ ഉയർച്ചയും നഷ്ടപ്പെടും. അതുകൊണ്ട് സ്വർഗത്തോട് ഇന്ന് എൻ്റെ ഈ പ്രസംഗത്തിനകത്ത് മാർട്ടിൻ ലൂതറൊന്നും വരേണ്ട കാര്യമില്ല. എന്നിവിടെ ഈ കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ പറഞ്ഞത് എന്തിനാന്ന് എനിക്കറിയില്ല. നീ നിന്നെ തിരിച്ചറിയണം. ദൈവത്തോട് പറയണം, എന്നെ പിടിച്ചു കയറുകൊണ്ട് കെട്ടുന്നത് പോലെ, യാഗപശുവിനെ യാഗപീഠത്തിലേക്ക് കെട്ടുന്നത് പോലെ എന്നെ വിട്ടുകൊടുക്കാതെ എന്റെ കർത്താവേ, ആ യാഗപീഠത്തിലേക്ക് എന്നെ ചേർത്ത് കെട്ടണം. എന്റെ സ്വർഗത്തിന് അപ്പൻ എന്നെ വിട്ടുകൊടുക്കരുത്. ഒരുത്തന്റെ കയ്യിലെ കളിപ്പാകയാകാൻ, ഒരുത്തനും എന്നെ തട്ടിക്കളയ്ക്കാൻ എന്നെ വിട്ടുകൊടുക്കും. മരണം വരെയും നിന്റെ കയ്യിൽ ഞാനായിരിക്കണം. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ് ലാസ്റ്റ് വാക്കോടെ പറഞ്ഞ് ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം കേട്ടോ. നാലാമത്തെ, ഈ വാക്യത്തിലെ നാലാമത്തെ പ്രമേയം, ഉയർത്താൻ ഒരു സമയമുണ്ട്. ഉയർത്താൻ ഒരു സമയമുണ്ട്. അത് ഇച്ചിരി ശ്രദ്ധിച്ച് കേൾക്കണം. 5 മിനിറ്റ് കൊണ്ട് പറ്റില്ലെന്നറിയാം. ഒരു 5 മിനിറ്റോടെ ചിലപ്പോൾ ഞാൻ എടുക്കുമായിരിക്കും, അത്രയേ ഉള്ളൂ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ നിങ്ങളെ തക്ക സമയം എന്ന് എഴുതിയിരിക്കുന്നത്. തക്ക സമയം എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും സമയം? അതും നമുക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. നമ്മൾ മടുത്ത് തോറ്റ് തുന്നം പാടുമ്പോൾ പറയുന്നൊരു വാക്കാണ് ഏതാ? ഈ തക്ക സമയം. ഇപ്പം ഞാൻ സഭാഭാസനാണല്ലോ, എൻ്റെ അടുത്ത് വന്നിട്ട് സ്തോത്രം അമ്മാവൻ പ്രാർത്ഥിക്കാൻ വരുവേണ്ടി, അപ്പം ഞാൻ പറയുകയാണ്, അമ്മ പേടിക്കാം, നമുക്ക് ഒരു 21 ദിവസം ഉപവാസം ഇരിക്കാം, യോഗാട്ടൊന്നും വെക്കേണ്ട, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം, അമ്മായിരിക്കും വൈകുന്നേരം കഴിച്ചു, ഈ 21 ദിവസമുള്ള കാര്യം നടക്കും, നമുക്ക് പ്രാർത്ഥിക്കാൻ. 21 ദിവസം പാവം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി പറയാം. 21 ദിവസം അടുത്ത് വരാം. ഒരു 18 ആകുമ്പോഴത്തേക്ക് അമ്മാവൻ പറയുക, അമ്മാവൻ പാസ്റ്ററെ 18 ദിവസം ഇതുവരെയും ഒരു അനക്കം ഉണ്ടായില്ല, ഒരു വിളി ഉണ്ടായില്ല, ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് യോഗം തീരുന്നേക്കാകുമ്പോൾ നടക്കുമോ പാസ്റ്ററെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സാധാരണ പറയാം, അമ്മാമേ ഒരു 21 ആകുമ്പോഴാണ് സാധാരണ നടക്കാറുള്ളത്, നിരാശപ്പെടേണ്ട, 21 ആവട്ടെ. 21 ദിവസം രാവിലെ എന്നെ കാണുമ്പോൾ പറയുകയാണ്, പാസ്റ്റർ ഇന്ന് 21 ദിവസം, പാസ്റ്റർ ഇന്ന് ഉച്ചയോടുകൂടി നടന്നില്ലെങ്കിൽ. അപ്പം ഞാൻ പറയും, അമ്മമ്മേ സാധാരണ നടക്കാറുള്ളത് പ്രാർത്ഥന കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. നടക്കും, നിൽക്ക്. പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അവിടെ പോകുന്നില്ലല്ലോ. പോയി കഴിയുമ്പോഴത്തേക്ക് അമ്മമ്മ അടുത്ത് ഞായറാഴ്ച വരുമ്പോൾ ചോദിക്കുകയാണ്, പാസ്റ്ററെ പിറ്റേ ദിവസം കഴിഞ്ഞ് ഞായറാഴ്ചയായി എന്ന് പറയുമ്പോൾ അന്നേരം ഞാൻ പറയുന്നൊരു വാക്കാണ്, പിടയ്ക്കാതെ അമ്മാമ്മ, എല്ലാം തക്ക സമയത്ത് നടക്കും.
ഞാൻ വിദഗ്ധമായ രീതിയിൽ ഉണ്ടയിട്ട് അവിടെ നിന്ന് പിണങ്ങരുത് ഈ വാക്കൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം തക്ക സമയം നടന്ന് നമ്മൾ റിസ്ക് തീർന്നല്ലോ. അപ്പൊ ഒരിക്കലും നടക്കാതെ വരുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന മാർഗമാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ബ്രദറെ. സമയമൊക്കെ കഴിഞ്ഞ് മൂക്കിൽ കൂടെ പല്ല് മുളച്ചിട്ട് ദിവസം എത്രയായി? പിന്നെ ഈ തക്ക സമയം എന്ന് പറയുന്നത് എന്താ? ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ സമയം, വേദപുസ്തകത്തിനകത്ത് സമയത്തെ രണ്ട് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന് കൈറോസും, രണ്ട് ക്രോണോസും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിശ്ചയമായിട്ടും പി സി ചെറിയാൻ പാസ് ഈ കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് പ്രസംഗിക്കുന്ന ആളായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ബൈബിളിലെ സമയത്തിന് രണ്ട് പദങ്ങളും, സമയം എന്ന് മലയാളത്തിൽ നമുക്ക് സമയം അല്ലെങ്കിൽ ടൈം എന്നേ കിട്ടുള്ളൂ. പക്ഷെ ബൈബിളിൽ ചില സമയങ്ങളെ കൈറോസ് എന്നും ചില സമയങ്ങളെ ക്രോണോസ് എന്നുമാണ് വിളിക്കുന്നത്. കൈറോസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ദ ലെങ്ത് ഓഫ് ടൈം, സമയത്തിൻ്റെ, നമ്മുടെ കാലഘട്ടം എന്ന് പറയില്ലേ, സമയത്തിൻ്റെ ലെങ്ത് ഓഫ് ടൈം, കൈറോസ്. അഥവാ ഞാൻ ആദ്യം പറഞ്ഞത് പറയുകയാണ്. ഒരു പ്രായമുള്ള ആളോട് ചോദിക്കുകയാണ്, ഏക്ക് 80 വയസ്സ് പ്രായം ഇരിക്കട്ടെ, അപ്പച്ചൻ്റെ കല്യാണം നടന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണെന്ന് അപ്പച്ചൻ പറഞ്ഞാൽ അതൊരു പോയിന്റ് എത്തിയില്ല. ലെങ്താ, ആ കാലഘട്ടമാണ്, സത്യമാണ് പറഞ്ഞത്, പക്ഷെ എന്നാന്ന് പറഞ്ഞില്ല. ക്രോണോസ് എന്ന് പറയുമ്പോൾ ദ പോയിന്റ് ഓഫ് ടൈം, കൃത്യമായിട്ട് പറയുകയാണ്. 1972 അല്ലെങ്കിൽ 1968 മാർച്ച് 10 എന്ന് പറയുമ്പോൾ ആ സംഭവം ക്രോണോസായി, ദ പോയിന്റ് ഓഫ് ടൈമായി. നമ്മുടെ പല വാഗ്ദത്തങ്ങളും കിടന്ന് കറങ്ങുന്നത് ലെങ്ത് ഓഫ് ടൈമിലാണ്. എപ്പോഴും ദൈവം പറയും, നിന്നെ വാലല്ല തലയാക്കാം, നിന്നെ കയറാത്ത വാഹനത്തിൽ, പൊതി പറയുന്ന കേട്ടോ, ഞാൻ മനസ്സിലാൻ വേണ്ടി പറയും, നിന്നെ ഞാൻ ഉന്നതങ്ങളിൽ വാഹനമേറ്റ. എപ്പോൾ കണ്ടാലും, ഏത് യോഗത്തിൽ വെച്ച് കണ്ടാലും ദൈവം എന്താ പറയും? ഞാനത് ബൈബിളിൽ തെളിവ് വരാം. ഞാൻ അങ്ങനെ പറയുമെങ്കിൽ വിഷമമുണ്ടെങ്കിൽ, അബ്രഹാമിനെ നിങ്ങൾക്ക് അറിയാലോ. അബ്രഹാമിനോട് ദൈവം എപ്പോൾ കണ്ടാലും പറയും, നിനക്കൊരു സന്തതിയെ തരും, പിടിക്കണ്ട, തരും. 24 കൊല്ലം ഏത് യോഗത്തിൽ കണ്ടാലും അബ്രഹാമിനെ സാറേയും കണ്ട ദൈവം പറയും, മറ്റേത് മറന്നിട്ടില്ല കേട്ടോ, തരാട്ടോ. പക്ഷെ എന്ന് തരുമെന്ന് ഒരിക്കലും പറയുകയില്ല. കഴിഞ്ഞ കൊല്ലം യോഗത്തിൽ ഇത് തന്നെ വന്ന് പറഞ്ഞു, പക്ഷെ എന്ന് തരുമെന്ന് പറയുകയില്ല. അതിൻ്റെ കാരണം ഇത് ലെങ്ത് ഓഫ് ടൈമിൽ കിടന്നിങ്ങനെ കറങ്ങുകയാണ്. നിൻ്റെ സന്തതി, നിൻ്റെ ഉയർച്ച, നിൻ്റെ വാഗ്ദത്തം, നിൻ്റെ ശുശ്രൂഷ. ഇനി അതിനെ പോയിന്റ് ഓഫ് ടൈമിലേക്ക് കൊണ്ടുവരണം. അതിന് ദൈവം ചില മുഖാന്തരങ്ങൾ ഒരുക്കും. അത് നമ്മൾ പാഴാക്കരുത്. ഞാൻ ബൈബിളിൽ ചില അവസരങ്ങൾ ദൈവമായിട്ട് ഉണ്ടാക്കി തരും. ചിലപ്പോൾ ഈ 7 ദിവസം പ്രാർത്ഥന അതിൻ്റെ ഒരു അവസരമായിരിക്കും. അന്നേരം പിശാചി മിടുക്കനാണ്, വിദഗ്ധനാണ്. അപ്പം നമ്മളെ ആരെങ്കിലും 4 കല്യാണത്തിന് വിളിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണത്തിന് വസ്ത്രം എടുക്കാൻ പോകണം, എറണാകുളത്താണ് പോകുന്നത്, വേറെ ആരും ഇല്ലടി, നിനക്ക് ആ ഡിസൈൻ അറിയാവുള്ളൂ, നമ്മളെ മുക്കിക്കൊണ്ട് പോകും. നമ്മൾ കഞ്ഞി കുടിക്കുകയല്ല, നാരങ്ങ വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ, പക്ഷേ എറണാകുളത്തായിരിക്കും. ദൈവം തമ്പുരാൻ ഈ പദ്ധതി ഒരുക്കിയത് ലെങ്ത് ഓഫ് ടൈമിൽ കിടക്കുന്ന നിന്റെ വാഗ്ദത്തങ്ങളെ പോയിന്റ് ഓഫ് ടൈമിൽ കൊണ്ടുവരാനാ. അത് ഈ നവംബർ മാസത്തിലെ തീരുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയിൽ സംഭവിച്ചാൽ ആ സംഭവം കയ്യിലിരിക്കും. 10 കൊല്ലമായി ദൈവം പറയുന്നു, നിന്നെ ഞാൻ മറന്നിട്ടില്ല, നിന്നെ ഞാൻ സൗഖ്യമാക്കും, നിന്നെ ഞാൻ എൻ്റെ സാക്ഷിയാക്കും, നിന്റെ ഒരു സന്തതിക്ക് ലോക രാജ്യങ്ങളുടെ വാതിൽ തുറന്നു കൊടുക്കും, നിന്നെ ഞാൻ ഉപയോഗിക്കും എന്ന് പറഞ്ഞത് പോസ്കല്ല, കള്ളപ്രവചനമല്ല. അത് പറഞ്ഞ വന്ന് ചെന്ന് വീണത് എവിടെയാണെന്നറിയാമോ? ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ ഇത് ചെന്ന് വീണത് ലെങ്ത് ഓഫ് ടൈമിലേക്ക്. അതിങ്ങനെ കടന്ന് കറങ്ങുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാം തലപൊക്കി നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷത എന്ന് എഴുതിയിരിക്കുന്നത്. 3 പുരുഷന്മാർ കയറി വരുന്നു. വന്നത് ദൈവമാണെന്ന് ആ ഭാഗം വായിക്കുമ്പോൾ അറിയാൻ സംശയമില്ല. അബ്രഹാം ഓടിച്ചെന്ന് കാൽക്കൽ വീണു, ആ മരച്ചോട്ടെ പിടിച്ചിരുത്തി.
വെള്ളം കൊണ്ടുവന്ന് കാല് കഴുകി. എന്നിട്ട് പറഞ്ഞു, ഒരു മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് പോകാം. ഇതിനായിട്ടല്ലേ ഇപ്പം എൻ്റെ അടുക്കിലേക്ക് വന്നത്. ദൈവം പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം ഓടിച്ചെന്ന് മൂന്നിടം കഴി മാവിൻ്റെ അപ്പം ഉണ്ടാക്കാൻ സാറയോട് പറഞ്ഞു, ബാല്യക്കാരനോട് കാളക്കുട്ടി അറുത്ത് മാംസം തയ്യാറാക്കാൻ പറഞ്ഞു. അതെല്ലാം തയ്യാറാക്കിക്കൊണ്ട് വരിക. ദൈവം അതെല്ലാം ഇരുന്ന് കഴിച്ച് കൈ കഴുകി ഏമ്പക്കം വിട്ടിട്ട്, എൻ്റെ ഭാവനയാണ്, ദൈവം ഏമ്പക്കം വിട്ടതൊക്കെ ഇനി നാളെ ചെന്ന് പറഞ്ഞേക്കരുത്, അത് മാത്രം അവിടെ കട്ട് ചെയ്തിടുകയും ചെയ്യും. എന്നിട്ട് സ്തോത്രം, ദൈവം ചോദിച്ചു, സാറേ എന്തേ? അബ്രഹാം പറഞ്ഞു, സാധാരണ യഹൂദ സ്ത്രീകൾ അങ്ങനെ മുമ്പോട്ട് വരാറില്ല, കൂടാരത്തിന് പുറകിലുണ്ട്, വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. പേടിച്ചു വന്ന് സാറ കൂടാരത്തിൽ ആ വാതിലിൻ്റെ മറവിൽ നിൽക്കുമ്പോൾ ദൈവം നോക്കിയിട്ട് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു ആൺസന്തതിയെ ചേർത്തുകൊള്ളും. അപ്പൊ എന്തായി? 24 കൊല്ലമായി ലെങ്ത് ഓഫ് ടൈമിൽ കിടന്ന വാഗ്ദത്തം ഇപ്പോൾ പോയിന്റ് ഓഫ് ടൈമിലെത്തി. അടുത്ത കൊല്ലം ഈ സമയം അതൊരു പോയിന്റാ. സ്തോത്രം. ചുമ്മാ 4 ഡയറി നിറച്ച് വാഗ്ദത്തം എഴുതി വെച്ചിട്ട് കറങ്ങി നടന്നാൽ പോയിന്റ് ഓഫ് ടൈമിലെത്തത്തില്ല. ദൈവം ചില അവസരം തരും, ദൈവത്തെ ശുശ്രൂഷിപ്പാൻ, ദൈവത്തിൻ്റെ വിശപ്പടക്കാൻ, ദൈവത്തിൻ്റെ കാര്യം നോക്കാൻ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ, ഇതുപോലെ പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ ഒരു അവസരം തരുമ്പോൾ നീ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കണ്ണുനീരോടെ കരയുമ്പോൾ നിന്റെ കർത്താവ് നിന്റെ അടുക്ക വന്നിരുന്ന് നിന്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് പറയും, ഇനി അധികം താമസിക്കില്ല, ഈ ആണ്ട് കഴിയുന്നതിനേക്കാൾ മുമ്പ് നീ ചോദിച്ച കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ 10 കൊല്ലമായി കൊണ്ടു നടക്കുന്ന ഭാരം ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വന്നു. അങ്ങനെ പോയിന്റ് ഓഫ് ടൈമിലേക്ക് വന്നാൽ പിന്നെ സാറയുടെ ഗർഭപാത്രം ചീഞ്ഞതാണോ, അബ്രഹാമിന് നടു ഒടിഞ്ഞതാണോ, ഇതൊന്നും വിഷയമല്ല. സ്വർഗസ്ഥനായ ദൈവം ഒരു പോയിന്റ് ഇട്ടാൽ, ഒരു ദിവസം കുറിച്ചാൽ, ഒരു ഡയറി കുറിപ്പ് തന്നാൽ പിന്നെ ബലഹീനത വിഷയമല്ല, പിന്നെ നെഗറ്റീവ് ഒന്നും വിഷയമല്ല, പിന്നെ പ്രശ്നങ്ങൾ വിഷയമല്ല, പിന്നെ പ്രതികൂലങ്ങൾ വിഷയമല്ല, പിന്നെ പോരാട്ടങ്ങൾ വിഷയമല്ല. നിന്റെ വാഗ്ദത്തങ്ങളെ ഇന്ന് ദൈവമായ കർത്താവ് തക്ക സമയം എന്ന് എഴുതിയിരിക്കുന്നത് പോയിന്റിലേക്ക് കൊണ്ടുവരണം. അതൊരു നിരാശയുടെ വാക്കല്ല. പ്രാർത്ഥിച്ചും പാടിയും കരഞ്ഞും ഒറ്റക്കിരുന്ന് കരഞ്ഞു രാത്രി ഒരു 2 മണി കഴിയുമ്പോൾ നേരത്തെ കിടക്കണം. ചുമ്മാ വെറുതെ മൊബൈലും തോണ്ടി 1:45 വരെ ഇരിക്കരുത്. പറ്റുമെങ്കിൽ ഓടിച്ചൊന്ന് പ്രാർത്ഥിച്ച് കഴിച്ച് നേരത്തെ കിടക്കണം. ഒരു 2-2:30 ആകുമ്പോൾ എല്ലാവരും ഉറങ്ങുമ്പോൾ പറ്റുമെങ്കിൽ എഴുന്നേക്കണം. ശബ്ദമുണ്ടാകാതെ ഞാൻ ദൂത് കേട്ടിട്ട് വന്നിരിക്കുന്നത്. എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് എൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുക. എൻ്റെ ജീവിത പങ്കാളി എന്നോട് ചോദിക്കുന്നു, നീ കേട്ട പ്രവചനം മുഴുവൻ എന്ത്? ഇവന്മാരെല്ലാം കള്ളന്മാരെന്ന് പറഞ്ഞാൽ നീ കേൾക്കത്തില്ലല്ലോ, നീ പോയി പഠിക്ക് എന്നാണ് ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് പറയുന്നത്. എൻ്റെ കർത്താവേ, എനിക്ക് നിന്നെ മറക്കാൻ ഒക്കുകയില്ല. നീ ഒരിക്കലും പോഷ്ക്ക് പറയുന്ന ദൈവമല്ല. ഈ കാര്യത്തിനൊരു പരിഹാരം വേണമെന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് സ്വർഗസ്ഥനായ ദൈവം നന്മയ്ക്കായിട്ടൊരു അടയാളം പോലെ നിന്റെ കുടുംബത്തിനകത്ത് കിടന്ന് കറങ്ങുന്ന ചില വിഷയങ്ങളെ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തും. മനസ്സിലായോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കറക്കി അങ്ങ് വിട്ടിരിക്കുക ദൈവം. പണ്ട് സ്തോത്രം പെരുന്നാൾ സ്തോത്രം ഉത്സവപ്പറമ്പിൽ ആനമയിൽ ഒട്ടകം കണ്ടിട്ടുണ്ടോ? ഒരു കളിയായിരുന്നു, പഴയ ആൾക്കാർക്കറിയാം, പിള്ളേർ കേൾക്കണ്ട. സ്തോത്രം 25 പൈസ കൊടുത്തിട്ട് ഒരു കറക്കി കഴിഞ്ഞാൽ അതിനകത്ത് സംഭവമുണ്ട്. സ്തോത്രം ഒരു ബ്ലേഡ് പോലത്തെ സാധനം ആ കറങ്ങുന്ന സാധനത്തിനകത്ത് ആണി അടിച്ചിരിക്കുക, അതിൽ കൂടെ കറക്കി വിട്ടാൽ അതും കറങ്ങി ചിലപ്പോൾ അതിനകത്ത് പടമുണ്ട്. ചിലപ്പോൾ ആനയായിരിക്കും, മയിലായിരിക്കും, ഒട്ടകമായിരിക്കും. അപ്പോൾ ഒട്ടകത്തിൽ ചെന്ന് നിന്നാൽ താഴെ കിടക്കുന്ന പേപ്പറിനകത്ത് ഒരു 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 ടിന്ന് വെച്ചത് പൊക്കി നോക്കുമ്പോൾ ഒട്ടകത്തിനകത്ത് എന്തായിരിക്കും? ചിലപ്പോൾ കലണ്ടറായിരിക്കും, ചിലപ്പോൾ സോപ്പായിരിക്കും, ചിലപ്പോൾ കണ്ണാടിയായിരിക്കും. സ്തോത്രം, അത് കിട്ടും. ചിലപ്പോൾ കറങ്ങിച്ചെന്ന് നിൽക്കുന്ന ആനയിലാണെങ്കിൽ ആനയുടെ പൊക്കി നോക്കുമ്പോൾ ഒന്നും കിട്ടിയിട്ട് വെറും 0 ആയിരിക്കും, 25 പൈസ പോയി കിട്ടും. എന്നതുപോലെ സ്വർഗസ്ഥനായ ദൈവം, ഞാൻ തമാശ പറയുന്നുണ്ട് കണക്കാ, ദൂത് പറയാൻ നിൽക്കും മെനക്കെടുക. കർത്താവ് ഇന്ന് തലയ്ക്ക് മീതെ കറങ്ങുന്ന ചില വിഷയങ്ങളെ ദൈവം ഒരു പോയിന്റിൽ കൊണ്ട് നിർത്തും. ഈ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസങ്ങളിൽ രാത്രി എനിക്കിവിടെ വരാൻ അവസരം കിട്ടുമെന്ന് വിചാരിച്ചതല്ല. സ്തോത്രം, ഞാനൊരു വലിയ തിരക്കിലാണ് 1-2 കാര്യത്തിൽ. പക്ഷേ ബഹുമാനപ്പെട്ട കർത്തൃദാസൻ എന്നോട്
ഒരു ദിവസമെങ്കിലും വന്നിട്ട് പോകണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നത്തെ ഒരു ദിവസം ഞാൻ മാറ്റിയിട്ടിരുന്നത് ദൈവകൃപയാൽ ഇവിടെ വരാൻ പറ്റി. ഞാൻ ഈ പറഞ്ഞത് പോഷ്കല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 100% വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി കേട്ട ചിലരുടെ ജീവിതത്തിൻ്റെ നിരാശാജനകമായ, ഉത്തരം മുട്ടിച്ച, നിന്നെ പാവ കളിപ്പിച്ച, നിന്നെ വിരൽ ചൂണ്ടിയ, നിന്നെ ചോദ്യം ചെയ്ത വിഷയം, സ്തോത്രം, നീ മാനസികമായി തളർന്ന വിഷയം, നിന്റെ ദൈവം പറഞ്ഞിട്ട് എന്തിയെ എന്ന് ചോദിച്ച വിഷയം, ആ വിഷയത്തെ സ്വർഗസ്ഥനായ ദൈവം ഒരു പോയിന്റിൽ കൊണ്ടുവരും. കൈറോസ് ക്രോണോസിലേക്ക് എത്തും. അതെത്തുന്നതോട് കൂടെ തക്ക സമയമാകും. അതോടുകൂടെ നിന്റെ ഉയർച്ച ആരംഭിക്കും. നിന്റെ വഴി തുറക്കും. നിന്റെ സന്തതിക്കുള്ള പ്രാർത്ഥനയുടെ മറുപടിയാകും. അതുകൊണ്ട് ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ വേഗത്തിൽ മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ്. കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടച്ചാട്ടെ. ഞാൻ ഈ വാക്യത്തിലൂടെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ, ഞാൻ ഇതൊന്നും ഡിക്ഷണറിയിൽ നിന്ന് പഠിച്ചതല്ല, കമൻട്രി നോക്കിയതല്ല, ഒരു പുസ്തകത്തിനകത്തും പത്രോസിൻ്റെ ലേഖനത്തിന് ഇങ്ങനൊരു വ്യാഖ്യാനം നിങ്ങൾ തപ്പിയാലും കിട്ടിയല്ല. എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ എൻ്റെ ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും എൻ്റെ ജനത്തോട് പറയാനുള്ള ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുമ്പോൾ പരിശുദ്ധ ദൈവം പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്തി തരുന്ന ദൂതുകളാണ് ഒട്ടുമിക്കവാറും എൻ്റെ കയ്യിലുള്ളൂ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് എനിക്ക് ചങ്കുറപ്പുണ്ട്. ഇതിന്നിവിടെ പറയാനൊരു പ്രേരണ തന്നത് ദൈവമാണെങ്കിൽ, ഇവിടെ ദൈവത്തിൻ്റെ കൊതി മാറിയിട്ടില്ല. ഈ സഭയെ ഉയർത്തിയതിൻ്റെ, ഇവിടുത്തെ ദൈവദാസന്മാരെ മാനിച്ച് ദൈവം മടുത്തിട്ടില്ല. ഇവിടുത്തെ ദൈവമക്കളെ ഉയർത്തി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഈ ദൂത് ഇവിടെ പറഞ്ഞത്. സ്വർഗം പറയുന്നു, ആ കൈക്കീഴെന്ന് പോകാതിരുന്നാൽ, ദൈവസന്നിധിയിൽ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരുന്നാൽ, സഭ ഒരു പ്രാർത്ഥന ക്രമീകരിക്കുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതികൾ ഒരുക്കുമ്പോൾ, അതിനെ ദൈവസന്നിധാനത്തിൽ സ്തോത്രം മനസ്സുകൊണ്ട് വെറുക്കാതിരുന്നാൽ, ഒരുപക്ഷെ ഈ 24-ാം തീയതിക്കുള്ളിൽ മമ്രയുടെ തോപ്പിൽ ദൈവം വന്നതുപോലെ ആയിരിക്കും. ഒരു ദിവസം ദൈവം കുറിച്ചു തരും. ഇനി അധികം നാൾ കാത്തിരിക്കണ്ട, ഇനി ഒത്തിരി നാൾ നീ ഭാരപ്പെടണ്ട. ഈ കാര്യം നടക്കുമെന്ന് ദൈവം പറഞ്ഞാൽ പിന്നെ ആർക്കതിനെ എതിർക്കാൻ പറ്റും? അങ്ങനെ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആ കാര്യം ദൈവത്തോട് പറഞ്ഞോളൂ. കുഞ്ഞുങ്ങളെല്ലാം, യൗവനക്കാരായ മക്കളെല്ലാം പറ, അപ്പാ എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തലയെ കൈവച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനത് 2 എണ്ണം ഓർക്കുന്നു, 3 എണ്ണം ഓർക്കുന്നു. ഞാനത് വിട്ടുകളഞ്ഞതാ, പക്ഷെ ഇന്ന് രാത്രി എന്നെ വീണ്ടും ഓർപ്പിക്കുന്നു. ഞാൻ അങ്ങടെ കൈക്കേടെ ഇരിക്കുക. ഞാൻ മാറില്ലപ്പാ, മാറില്ല. മാർട്ടിൻ ലൂതർ പറഞ്ഞതുപോലെ, എൻ്റെ പൊന്നുമക്കളെ, മുമ്പിലിരിക്കുന്ന എൻ്റെ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ, എപ്പോഴും പറയണം, നമ്മളാരും മിടുക്കരല്ല, ഈ ലോകം വഞ്ചിക്കുന്നതാണ്. അപ്പാ എന്നെ വിട്ടുകൊടുക്കരുത്, എന്നെ ഒരു ശത്രുവിൻ്റെ ഇഷ്ടത്തിനും വിട്ടുകൊടുക്കരുത്. ആ കൈക്കീഴെ ഞാൻ ഇരുന്നോളാം. നിന്റെ ഉയർച്ച എത്ര എത്തുമെന്ന് പറയാനൊക്കില്ല. റാന്നീറെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് സ്വർഗസ്ഥനായ ദൈവത്തിന് ലോകത്തിൻ്റെ ഉന്നതമായ സ്ഥാനത്ത് കൊടിവെച്ച കാറിൽ നിന്നെ കൊണ്ടു നടന്ന് യോസേപ്പിന് കൊടുത്തതുപോലത്തെ സിംഹാസനത്തിൽ അധികാരികളുടെ വലത്ത് ഭാഗത്ത് നിന്നെ ഇരുത്തി എൻ്റെ ദൈവത്തിന് മാനിക്കാൻ പറ്റത്തില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? നിന്റെ അപ്പനോടുള്ള വാഗ്ദത്തം, നിന്റെ അമ്മയുടെ കണ്ണുനീരിൻ്റെ മറുപടി ദൈവത്തിന് നിന്നിലൂടെ ആയിരിക്കും ചെയ്യാനുള്ളത്. നാം ആയിട്ടത് മറക്കരുത്. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇവിടെ വരാൻ, ശുശ്രൂഷിപ്പാൻ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ ഭാഗം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ എൻ്റെ ദൈവം എനിക്ക് അനുവാദം തന്നതിന് നന്ദി കർത്താവേ. ഞാൻ ഈ വാക്ക് വെച്ച് നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു, ഈ സഭയെ അനുഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഒരു ഉയർച്ച കൂടെ വരാനുണ്ട്. അതിൻ്റെ ദൈവിക വിസിറ്റേഷനാണ് ഈ നടക്കുന്നത്. കർത്താവ് എന്തോ വലിയ കാര്യം ചെയ്യാൻ പോവാ. അതിനെ ദൈവമക്കളെ ഒരുക്കണേ. കർത്താവ് ഇത് ചെയ്യുമെന്ന് വിശ്വസിച്ച് ഞാനിവരെ അനുഗ്രഹിച്ചിട്ട് പോകുന്നു. ഒരു തുള്ളി കണ്ണീരെങ്കിലും കൺതടങ്ങളിൽ ഉരുണ്ടുകൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കണ്ണീരിനും വില കൊടുക്കുന്ന ദൈവമേ, നിന്റെ മക്കളെ കരുതിയാക്കണം. ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ എല്ലാവരും കൂടെ.